നെഞ്ചിന്റെ അസ്ഥികൂടങ്ങൾ പൊടിഞ്ഞപ്പോൾ, എന്റെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ ഉരുകിയ രാത്രികളിൽ ഒരു പാതിരാത്രിക്ക് ഉറക്കമളച്ചിരുന്ന അമ്മേ, കരയാൻ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ നിന്റെ മകനെ ആരാധിച്ച് ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാ കേരള ചരിത്രത്തിലേക്ക് എന്നേക്കുമായ ഒരു പുതിയ മരിയൻ ഗാനം പിറന്നത്. അമ്മ എന്നെ 22 വർഷങ്ങളായി പഠിപ്പിച്ചത് മകനെ ആരാധിച്ച് ആനന്ദിക്കാൻ, സഭയുടെ ആരാധനയിൽ പങ്കെടുക്കുക. എന്റെ ആത്മാവ് നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ ചിത്തത്തിന് ആനന്ദമുണ്ട്. കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കുർബാന നമുക്ക് മടുപ്പ്, ഭക്തി നമുക്ക് ഇഷ്ടം. കുർബാന നമുക്ക് മടുപ്പ്, ഭക്ത പ്രകടനം നമുക്ക് ഇഷ്ടം. കുർബാന നമുക്ക് മടുപ്പ്, പ്രദക്ഷിണം നമുക്ക് ഇഷ്ടം. കുർബാന നമുക്ക് മടുപ്പ്, അലങ്കാരം നമുക്ക് ഇഷ്ടം. There is no connection between Mary and us. നമ്മളുമായി മറിയത്തിനൊരു ബന്ധവുമില്ല എന്നതിൻ്റെ തെളിവാണ് ആരാധനയിൽ ആനന്ദമില്ലാതെ അതിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര വലിയവനായാലും, ഞാൻ എത്ര വലിയ വചനപ്രഘോഷകനാണെങ്കിലും, മറിയം ആരാധനയുടെ ആനന്ദം പഠിപ്പിക്കുന്ന അമ്മയാണ്. ഭക്തിക്കകത്തെല്ലാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഭക്തിക്കകത്തെല്ലാം there is a pure spiritual selfishness. കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക. ഭക്തിക്കകത്ത് ഭക്തൻ എന്തോ നേർച്ച വെച്ചിട്ട്, എന്തോ കാഴ്ചവെച്ച് പ്രീതിപ്പെടുത്തിയിട്ട് ഒരു നേട്ടത്തിന്റെ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാ നമ്മളിൽ, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളിൽ 100% പേരിൽ 80% പേരെങ്കിലും, ഒരുപക്ഷെ, ഞാൻ വാദിക്കുന്നില്ല, വിധിക്കുന്നില്ല, അനുഭവത്തിൽ വെച്ച് വിശുദ്ധരെ നിങ്ങളുടെ മിഴികളിലേക്ക് നോക്കി പറയുക, ഈ പരിശുദ്ധ അമ്മയെ, ഈശോയെ പ്രീതിപ്പെടുത്തി ഏതെങ്കിലും വാങ്ങുന്ന ഭക്തരാ നമ്മൾ. തീർച്ചയായും തമ്പുരാൻ 100 രൂപ നൽകും, കാരണം അവന്റെ മക്കളാണ് നമ്മൾ. പക്ഷേ ബുദ്ധിയുള്ള അപ്പം പറയും, ഡാനി ഈ പഞ്ചാര വർത്താനം പറയാൻ നീ ഇങ്ങോട്ട് വരണ്ട, 100 രൂപ എടുത്തുകൊണ്ട് വെക്കോ. വിശുദ്ധരെ, അവിടെയാണ് മറിയം വചനം പറഞ്ഞിട്ട് മുങ്ങുന്നതും മാറുന്നതും. 2 കരങ്ങൾ ഉയർത്തി പറ ഹല്ലേലൂയ. ആ വചനം ഏറ്റുപറയുന്നവരുടെ ഉള്ളിൽ ആ വചനം മാംസമെടുക്കും. ആ മാംസമെടുത്ത ജീവിതങ്ങളെ കൂദാശകൾ ശക്തിപ്പെടുത്തും. അവളോട് ചേർന്ന് നിൽക്കുമ്പം നാം മദ്ബഹയോട് ചേർന്ന് നിൽക്കും. അവളോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ലക്ഷണം നമ്മൾ അർപ്പിച്ച ജപമാലകളല്ല പ്രിയപ്പെട്ടവരെ. ജപമാലകൾ മനോഹരമാണ്, മഹോന്നതമാണ്. സ്വർഗ കുർബാന കഴിഞ്ഞാൽ സഭയിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഒന്നാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഫാർ മോർ ദാൻ എ യൂക്കറിസ്റ്റ്. ഒരു ബലിയുടെ 5 അയിലൊക്കത്ത് ജപമാല വരത്തില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് മറിയം നമ്മുടെ ചങ്കിൽ പൂമരമാകുന്നത്. 2 കരങ്ങൾ ഉയർത്തി പറ ഹല്ലേലൂയ. അതാ മറിയം പറഞ്ഞത്, എൻ്റെ ആത്മാവിൻ്റെ ആത്മാവിൽ മക്കളെ ഒറ്റ പ്രവൃത്തിയേ ഉള്ളൂ, ആരാധന. സഭ പഠിപ്പിക്കുന്നു, ആരാധനയുടെ പരമകോടി, ആരാധനയുടെ ക്ലൈമാക്സ്, ആരാധനയുടെ പൂർണ്ണത കുർബാനയാണ്. ഞാൻ എൻ്റെ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരച്ഛൻ രാവിലെ വന്നിട്ട് പതിവില്ലാതെ ചോദിച്ചു, ഷമ്മാശന്മാരെ, നിങ്ങൾ ഇന്ന് കഴിച്ചത് എന്താണ്? ഞങ്ങൾ ഇന്ന് കഴിച്ചത് അപ്പമായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, അപ്പമായിരുന്നു അച്ഛാ. ജോർജ് അച്ഛാ, ഞങ്ങൾ കഴിച്ചത് അപ്പമായിരുന്നു. ജോർജ് അച്ഛൻ സാധാരണ ഇങ്ങനെ ചോദിക്കുന്ന ആളല്ല. ജോർജ് അച്ഛൻ അങ്ങനെ ഒരു സില്ലി കാര്യങ്ങൾ ചോദിക്കുന്ന ആളല്ല. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന അച്ഛനാണ്, ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ട് പോകുന്ന അച്ഛനാണ്. അച്ഛൻ വീണ്ടും ചോദിച്ചു, അപ്പത്തിന് ഉപ്പുണ്ടായിരുന്നോ? ഞങ്ങൾ പറഞ്ഞു, ഉപ്പുണ്ടായിരുന്നു. ഈ അച്ഛൻ ഇതെന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം ഞങ്ങൾ ഒരു സമ്മാസം പറഞ്ഞു, എൻ്റെ ഷാജി ബ്രദറെ, നമ്മുടെ ജോർജ് അച്ഛൻ ഇന്ന് പോർഷൻ പഠിച്ചിട്ടില്ല, വായിക്കാൻ മറന്നുപോയി കാണും. കാരണം ഇന്ന് അതുകൊണ്ട് പഠിപ്പിക്കാനൊന്നും കിട്ടാത്തത് കൊണ്ട് കഴിച്ചത് അപ്പമാണോ, ഉപ്പുണ്ടായിരുന്നോ? ഇങ്ങനെ തമാശ അല്ലെങ്കിൽ ഗൗരവമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുകയാണ് എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ചിരിക്കാതെ ഞങ്ങളിങ്ങനെ ഇരിക്കും. അച്ഛൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്താ മിണ്ടാഞ്ഞത്? എന്താ മിണ്ടാതിരുന്നത്? അപ്പത്തിന് ഉപ്പുണ്ടായിരുന്നോ? അപ്പം ഞങ്ങളൊരു സമാശം പറഞ്ഞ്, എൻ്റെ പൊന്നച്ച ഉപ്പുണ്ടായിരുന്നു, അച്ഛൻ എന്താ അങ്ങനെ ചോദിക്കുന്നേ? അച്ഛൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ട്
മറക്കും മുമ്പ് വീണ്ടും ചോദിച്ചു, വൈ ഇറ്റ് വാസ് സോൾട്ടി ആൻഡ് വൈ ഇറ്റ് വാസ് സോൾട്ടി. എന്തുകൊണ്ടാണ് അപ്പത്തിന് ഉപ്പുണ്ടായത്? ഈ അച്ഛനോട് എന്താ പറയേണ്ടത്? ഏത് പൊട്ടന അറിയാത്തത് കറിയുപ്പ് ചേർത്തത് കൊണ്ടാണ്. അങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷേ ഗുരുവിനോട് അങ്ങനെ പറയാനുള്ള മടിയുണ്ട്. ഞങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുക. ജോർജ് അച്ഛൻ ഇതെന്ത് പറ്റി? ജോർജ് അച്ഛൻ ഇതെന്ത് പറ്റി? അച്ഛൻ പക്ഷെ വിടുന്നില്ല. വീണ്ടും വീണ്ടും ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ മിണ്ടാത്തത്? ആൻഡ് വൈ ഇറ്റ് വാസ് സോൾട്ടി. അതെന്തുകൊണ്ടാ അപ്പത്തിന് ഉപ്പുണ്ടായത്? അപ്പൊ ഞങ്ങൾ ഒരാൾ സഹി കെട്ടിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ജോർജ് അച്ഛാ, അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടാന്ന് ആർക്കാ അറിയാത്തത്? ഞങ്ങളിങ്ങനെ പറഞ്ഞ് മെല്ലെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചപ്പം അച്ഛൻ ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഷമ്മാശന്മാരെ, നിങ്ങൾ ഇന്ന് കഴിച്ച അപ്പത്തിൻ്റെ ഉപ്പ് അതിൽ ചേർത്ത കറിയുപ്പിൻ്റെ ഗുണം മാത്രമല്ല, പിന്നെയോ അത് കുഴച്ച മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ കൂടി ഉപ്പാണ്. ഞങ്ങൾക്ക് ചിരിക്കുവാനാണ് തോന്നിയത്. നിങ്ങൾ ഇന്ന് കഴിച്ച അപ്പത്തിൻ്റെ ഉപ്പ് അതിൽ ചേർത്ത കറിയുപ്പിന്റെ ഗുണം മാത്രമല്ല, പിന്നെയോ അത് നൊന്ത് കുഴച്ച മനുഷ്യന്റെ നെഞ്ചിൽ നിന്നും വാർന്നു വീണ വിയർപ്പിന്റെ കൂടി ഉപ്പാണ്. ഞങ്ങൾക്ക് ചിരിക്കാനാണ് തോന്നിയെങ്കിലും ജോർജ് അച്ഛൻ്റെ ആ നിൽപ്പും ദ വേ ഓഫ് പ്രസന്റിങ്ങും കണ്ണുകളൊക്കെ ഇങ്ങനെ ജ്വലിച്ച് പറഞ്ഞപ്പം ഞങ്ങൾക്ക് കളിയാക്കി ചിരിക്കാൻ തോന്നിയില്ല. വലതുകരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? എൻ്റെ വിശുദ്ധരെ, ഞാൻ എൻ്റെ സെമിനാരിയിൽ ദൈവാനുഗ്രഹത്താൽ പഠിച്ച സമയത്ത് ഈ ജോർജ് അച്ഛൻ്റെ ഫിലോസഫി ക്ലാസ്സിൽ ഉൾപ്പെടെ 1ാം റാങ്ക് വാങ്ങിയ അച്ഛനാണ്. കരങ്ങൾ താഴ്ത്തിക്കോ. ഞാനത് വാങ്ങിയ കഥ പറയാനല്ല. ഈ ജോർജ് അച്ഛൻ്റെ പരീക്ഷയ്ക്കും 87 മാർക്ക് വാങ്ങി. ജോർജ് അച്ഛൻ്റെ ഫിലോസഫി ക്ലാസ് 56 കൂട്ടുകാരിൽ 40ഓളം ഷമ്മാശന്മാർക്ക് പറഞ്ഞുകൊടുത്ത് ട്യൂഷൻ എടുത്ത് എൻ്റെ സെമിനാരിയിൽ റാങ്ക് വാങ്ങിയ മനുഷ്യനാണ്. ക്ഷമിക്കണേ, അത് പറയാനല്ല. പക്ഷേ പുല്ലിച്ചിറക്കാരെ, എൻ്റെ ഈ 58ാം വയസ്സിൽ സെമിനാരിയിൽ പഠിച്ച് റാങ്ക് വാങ്ങിയ വിഷയങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ തട്ടിയും മുട്ടിയും എന്തെങ്കിലും പറഞ്ഞാൽ ഭാഗ്യം. തരിക്കള്ളത്തരമല്ല പറയുന്നത് കേട്ടോ. മെറ്റാഫിസിക്സ് എന്നാന്ന് ചോദിച്ചാൽ സത്യമായിട്ട് ഒരു വാക്കിൽ കൂടുതൽ പറയാൻ നിസാരനായി എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ജോർജ് അച്ഛൻ അന്ന് രാവിലെ വിഷയം കിട്ടാത്തതുപോലെ തട്ടിയും മുട്ടിയും എങ്ങും തൊടാതെ പറഞ്ഞ ഒരു കാര്യം 1987 കേട്ട കാര്യം, 88 കേട്ട കാര്യം 2025 ഡിസംബറിലും എന്നെ നയിക്കുന്ന ഒരു ചാലക ശക്തിയാണ്. എന്താണെന്നറിയാവോ നയിക്കുന്നത്? ഇന്നും എവിടെങ്കിലും ഒരു കൊച്ചു ഹോട്ടലിൽ കയറിയാൽ, എവിടെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ദിവസത്തെ ശുശ്രൂഷയ്ക്ക് പോയാൽ, അവിടുന്ന് പടിയിറങ്ങുന്ന സമയത്ത് നമുക്ക് അപ്പം ചുട്ടുതന്ന, ആഹാരം വിളമ്പിത്തന്ന ആ അമ്മയുടെ, ആ ചേച്ചിയുടെ കൈകളിൽ എനിക്കാവുന്നത് വെച്ചു കൊടുക്കാതെ ഞാൻ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പഠിച്ചത് പലതും മറന്നുപോയിട്ടും അന്ന് ജോർജ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം തത്തമ്മ തത്തിക്കളിക്കുന്നത് പോലെ, മാടപ്രാവ് കുറുകുന്നത് പോലെ എൻ്റെ ഉള്ളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്. പഠിച്ചതൊക്കെ മറന്നുപോയിട്ടും ജോർജ് അച്ഛൻ രാവിലെ വന്ന് അപ്പത്തിന് ഉപ്പുണ്ടോ എന്ന് ചോദിച്ചതും ഉപ്പെങ്ങനെ അപ്പത്തിനുണ്ടായെന്ന് വിശദീകരിച്ചതും അത് കുഴച്ച മനുഷ്യന്റെ വിയർപ്പും കൂടിയാണ് എന്ന് മറക്കരുതെന്ന് പറഞ്ഞതും 1988 ശേഷം 98, 2008, 2018 37 വർഷമായി എൻ്റെ ജീവിതത്തെ ട്രിഗർ ചെയ്യുകയാണ്, എന്നെ ഉന്തുകയാണ്. എന്നെ ഇവിടെ ഇന്ന് സാന്ദർഭികവശാൽ കൊണ്ടുവന്നത് ഞങ്ങളുടെ കൂടെ ഗൾഫിൽ കഴിഞ്ഞ ആഴ്ചയിൽ ദുബായിൽ പള്ളിയിൽ
ബൈബിൾ ഷോയിൽ യോഹന്നാനായി വേഷമിട്ട എൻ്റെ പ്രാണ സഹോദരനാണ്, ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരൻ, MBA ബിരുദത്തെ കൊച്ചു പയ്യൻ. അവൻ എന്നോട് ചോദിക്കും, ചേട്ടായി അച്ഛാ, എന്തിനാ നമ്മൾ 210 രൂപയുടെ 220 രൂപയുടെ ദോശ കഴിച്ചു, അച്ഛൻ ഇവരുടെ കയ്യിൽ 2 പേരുടെ കയ്യിൽ 120 രൂപ കൊടുത്തല്ലോ, 2 കരങ്ങൾ നെഞ്ചിലൊന്ന് വെക്കുമോ? നിങ്ങൾ ഉള്ളു മാറിപ്പോകരുത്. ഞാൻ പൈസ കൊടുത്ത കാര്യം പറയാനോ ഹോട്ടലിൽ കയറുമ്പോൾ ടിപ്പ് കൊടുത്ത വിഷയം പറയാനോ അല്ല. നോക്കിക്കേ, 12 വർഷം സെമിനാരിയിൽ പഠിച്ചിട്ട് ആ വിഷയങ്ങളൊന്നും എന്നെ തൊട്ടില്ലെങ്കിലും എന്തോ ചിലതൊക്കെ എൻ്റെ ജീവിതത്തെ ട്രിഗർ ചെയ്യുന്നതായി എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമോ? നമ്മൾ ഒരുപാട് ശുശ്രൂഷകൾ കൂടുന്നുണ്ട്, അതിന് മാർക്കിടുന്നുണ്ട്, പലതിനെയും പല ശ്ലാഘിക്കുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്നും സസ്റ്റെയിൻ ചെയ്യുന്നില്ല. ഒരു കഴഞ്ചെങ്കിലും ഒരു ശുശ്രൂഷയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നതുകൊണ്ടല്ലേ നിങ്ങളെല്ലാം കരമുയർത്തിയത് എൻ്റെ വിശുദ്ധരെ. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് 1988 അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ഒരു കാര്യം എടുത്തു വെച്ചതുപോലെ ചിലതെങ്കിലും എടുത്തു വെക്കാൻ കഴിഞ്ഞാൽ ഈ കൺവെൻഷൻ അത്ഭുത വിജയമായിരിക്കും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, 2 കരങ്ങളും വീശി പറയാമോ ഹല്ലേലൂയ. എന്തെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് എടുത്തു വെക്കണം. ഞാനൊരു കൊച്ചുദാഹരണം കൂടെ പറഞ്ഞ് സുവിശേഷ വേലയിലേക്ക് കിടക്കാം. ഇവിടെ വന്ന പാടെ ഞാൻ നമ്മുടെ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ തപ്പിയത് ഹാരിസൺ എന്ന് പറയുന്ന ഒരു സഹോദരനെ പരിചയപ്പെട്ടപ്പോൾ ഹാരിസൺ എന്നോട് ആദ്യം പറഞ്ഞത്, ഷാജി അച്ഛാ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് അച്ഛൻ്റെ ആമേൻ എന്ന് പറയുന്ന കൊച്ചു ശുശ്രൂഷ എന്നും കാണുമായിരുന്നു, ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്നൊരു കൊച്ചു കാര്യം പറയുക. IMSലെ ഒരു അച്ഛൻ പറഞ്ഞേ, IMSലെ ഒരു അച്ഛൻ, ഞാൻ ഇടയ്ക്ക് പറയുന്നത് ഒരു വാക്ക് പോലെ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുകയാണ്. IMSലെ ഒരു അച്ഛൻ ഞങ്ങൾ അച്ഛന്മാരെ ധ്യാനിപ്പിച്ച സമയത്ത് 11-12 വർഷം മുമ്പ് ഒരിക്കൽ ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛന്മാരെ, when you read the Bible, read it until the text talks to you. അച്ഛന്മാരെ, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് വായിക്കുവിൻ, വചനം നിങ്ങളോട് മിണ്ടും വരെ വായിക്കുവിൻ. വളരെക്കരം ഉയർത്തി പറയുമോ? എപ്പോ വരെ വായിക്കണം? വചനം നമ്മളോട് മിണ്ടും വരെ വായിക്കണം. പറയുമോ? ഇഷ്ടമുണ്ട് പറ. വചനം നമ്മളോട് മിണ്ടും വരെ വായിക്കണം. വചനം നമ്മളോട് മിണ്ടും വരെ വായിക്കും. വചനം നമ്മളോട് മിണ്ടുന്നത് വരെ. ഒരുമിച്ച് പറഞ്ഞേ, കരങ്ങളൊന്ന് അടിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വച്ചാൽ വെറുതെ ബൈബിള് തുറന്ന് കിട്ടി വായിച്ചു അടച്ച് വെക്കരുത്, ആവർത്തിച്ച് വായിക്കണം. കൊച്ചു കാര്യ ആവർത്തിച്ച്. എപ്പോ വരെ? വചനം നമ്മളോട് മിണ്ടും വരെ. നോക്കിക്കേ, 14 വർഷം മുമ്പോ 12 വർഷം മുമ്പോ IMSലെ അച്ഛൻ പറഞ്ഞ, അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഈ അച്ഛൻ പറഞ്ഞ വാക്ക് ആ ധ്യാനത്തിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചപ്പോൾ നിങ്ങൾ കാത് കൂർപ്പിച്ച് കേട്ടെ. ജീവിതത്തിൽ ആദ്യമായി വചനം വായിച്ച് മറിക്കുന്ന ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് ബൈബിള് വായിക്കുന്ന വചനങ്ങൾ തന്നെയും പിന്നെയും വായിക്കാൻ തുടങ്ങിയപ്പോൾ പൂവിൽ നിന്ന് തേനൂറി വരും പോലെ എനിക്ക് ഇന്ന് വരെ ഇല്ലാത്ത ഒരു അനോയിന്റിങ് വന്നിട്ടാണ് ഹാരിസൺ ഇപ്പൊ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള 11 വർഷത്തിലേക്ക് കിടക്കുന്ന കേരളത്തിലെ അനേകരെ പ്രഭാതത്തിൽ തൊടുന്ന ആമേൻ ശുശ്രൂഷ ആരംഭിച്ചത്. ആ ധ്യാനത്തിൽ നിന്നും ഒരു സംഗതി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായപ്പോഴാണ്. 2 കരങ്ങളും അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. 2 കരങ്ങളും അടിച്ച്, നമ്മൾ കുറച്ച് പേരെ ഉള്ളെങ്കിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. കരങ്ങൾ അങ്ങനല്ല, അല്പം കൂടെ ശക്തമായിട്ട് കരങ്ങൾ അടിച്ച്. അപ്പൊ ഞാൻ ഈ 2 ഉദാഹരണം എൻ്റെ വിശുദ്ധരോട് പറഞ്ഞത്, നമ്മുടെ ഈ ചെറിയ ശുശ്രൂഷയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാട്ടുപാടി കുറച്ച് കേട്ടു, അപ്പുറം വിഷയം അല്പേ ഉള്ളൂ. ആ വിഷയത്തിന്റെ ഒരു നമ്മുടെ ഉള്ളിൽ വരട്ടെ. കണ്ണച്ച് പഠിക്കുക ഒരിക്കൽ കൂടി.
കണ്ണുകൾ നടച്ചു പിടിക്കാം. നമ്മൾ കേൾക്കുന്നത് അല്പമേ ഉള്ളൂവെങ്കിലും അല്പസമയം നമ്മുടെ മനസ്സിൽ കൊടുക്കാം. അമ്മ കന്യാമറിയത്തിന്റെ മടിയിലേക്ക് നിന്ന് പരിശുദ്ധ അമ്മ നമുക്ക് സഭയെക്കുറിച്ച്, കൂദാശകളെ കുറിച്ച് എന്താ പറഞ്ഞു തരുന്നത് എന്നൊന്ന് ചുമ്മാ കുഞ്ഞുങ്ങളെ പോലെ അമ്മയെ നോക്കാനല്ല, അമ്മതൻ കുഞ്ഞിനെ കാണാനല്ലോ. അമ്മ വരുന്നത് മുന്നിൽ എന്ന് നീ അറിയണം കുഞ്ഞേ. അമ്മയെ നോക്കാനല്ല, അമ്മതൻ കുഞ്ഞിനെ കാണാനല്ലോ. അമ്മ വരുന്നത് നിന്റെ മുമ്പിൽ എന്നറിയണം കുഞ്ഞേ. അമ്മയെ നോക്കാനല്ല, അമ്മയ്ക്ക് മാല സമർപ്പിക്കാനല്ല, അമ്മയെ പ്രീതിപ്പെടുത്താനല്ല, അമ്മയുടെ രൂപത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നേർച്ച സമർപ്പിക്കാനല്ല. അമ്മ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് തൻ്റെ മകനെ കാണിക്കാനാണ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പ ലോകസഭകളിലെ ചില തെറ്റുകൾ പഠിപ്പിച്ച സമയത്ത് അനേകം മനുഷ്യരെ, ഞങ്ങൾ ഈ 2 ആഴ്ച മുമ്പ് ദുബായിൽ ഒരു വലിയ ബൈബിൾ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോഴും ഒരുപാട് പേരങ്ങ് കരയുകയാണ്. ഷാജിയച്ച, എന്നാ ഷാജിയച്ച ഈ കേൾക്കുന്നത്? ഇലയിട്ടിട്ട് ചോറില്ലെന്ന് പറയുന്ന പോലെയല്ലേ നമ്മുടെ അമ്മയല്ല. എന്നാ അമ്മ, സഭയ്ക്ക് എന്ത് പറ്റിയച്ചാ? സഭയ്ക്ക് എന്ത് പറ്റിയച്ചാ? എന്നാ അച്ഛാ നിങ്ങളൊന്നും മിണ്ടാത്തത്? എൻ്റെ വിശുദ്ധരെ, പുല്ലിച്ചിറയുടെ മണ്ണിലിരുന്ന് നാം സത്യം പഠിക്കുമ്പം കർത്താവിൻ്റെ കരുണ നമ്മെ പരിശുദ്ധ അമ്മയെ പോലെ സ്വർഗത്തിലേക്ക് എടുക്കും. 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്ത് തെറ്റാ സഭയ്ക്ക് പിണഞ്ഞത്? സഭ എന്ത് തെറ്റാ പഠിപ്പിച്ചത്? അല്ലച്ചോ, പരിശുദ്ധ അമ്മയെ അങ്ങനെ വിളിക്കല്ലേ, ഇങ്ങനെ വിളിക്കരുത്. എൻ്റെ വിശുദ്ധരെ, നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കണം പരിശുദ്ധ അമ്മയുടെ അസ്തിത്വത്തെക്കുറിച്ച്. പരിശുദ്ധ അമ്മ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷകൻ നിങ്ങൾക്കറിയാവുന്നത് പോലെ യോഹന്നാനാണ്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയ. കേൾക്കാനുള്ള ഇഷ്ടത്തോടെ പറ ഹല്ലേലൂയ. സ്നേഹത്തോടെ പറ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വായിക്കുമ്പം, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പം 2-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ചാടി മുന്നോട്ട് വന്ന് എന്തോ പറഞ്ഞിട്ട് കർത്തന്റെ പിന്നിൽ മറഞ്ഞു. ചാടി മുന്നോട്ട് വന്നിട്ട് എൻ്റെ മകൻ പറയുന്നത് ചെയ്യുവനെന്ന് പറഞ്ഞിട്ട് അമ്മയെ കാണാനില്ല, പിന്നെങ്ങും കാണാനില്ല. കർത്താവിൻ കാരുണ്യത്തിൻ തിരശീലയ്ക്ക് പിന്നിൽ പോയി. കാനായിൽ കല്യാണത്തിന് മുന്തിയ വീഞ്ഞുണ്ടായപ്പം വിശുദ്ധ വചനത്തിൽ എവിടെങ്കിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ നിങ്ങൾ പറ. അമ്മ വന്നിട്ട് ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വരാല് വന്ന് വെള്ളം എടുത്തിട്ട് പോകുന്ന പോലെ, പണ്ടൊക്കെ വരാല് വന്ന് വെള്ളം എടുക്കുമ്പം അവിടേക്ക് വീശും. ഇവിടെ കിട്ടാനാ. വരാൽ അവിടെ വെള്ളം എടുത്തിട്ട് അവിടെ തെക്ക് പോയി മുങ്ങും. വരാൽ ഇവിടെ വന്ന് പൊങ്ങിയിട്ട് അവിടെ പോയി താഴും. വരാലിനെ കണ്ടിട്ട് വീശിയാൽ ഒരു കുന്തവും കിട്ടില്ല. വെറുതെ വീശി വീശി കൈക്കൊഴ ഒടിയാവുന്നേ ഉള്ളൂ. വരാല് വന്ന് വെള്ളമെടുത്തിട്ട് മറിയും പോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറിയം പൊങ്ങി വന്നിട്ട് ഇങ്ങോട്ട് നോക്കി, ദേ എൻ്റെ മകൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞിട്ട് എങ്ങാണ്ടേക്ക് പോയി. 2 കരങ്ങളും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണ് കരമുയർത്തി പറ ഹല്ലേലൂയ. ഈ പ്രബോധനം നിങ്ങളെ ഒരുപാട് ഉയർത്തും. അതുകൊണ്ടാ ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മറിയം പറഞ്ഞ് നിങ്ങൾ കൂടെന്ന് പറഞ്ഞ് എൻ്റെ പറ മകൻ, കൂടെ പറ, എൻ്റെ മകൻ പറയുന്നത്, എൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു, എൻ്റെ മകൻ പറയുന്നത് ചെയ്യുവൻ. അപ്പന്മാരും പറഞ്ഞേ എൻ്റെ മകൻ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടെ, എൻ്റെ മകൻ്റെ പറയുന്നത്, എൻ്റെ മകൻ്റെ വചനത്തിനാണ് പ്രൈമസി. എൻ്റെ മകൻ്റെ വചനത്തിനാണ് പ്രൈമസി. എൻ്റെ വാക്കും എൻ്റെ നിലപാടും സെക്കൻഡറി എന്ന അർത്ഥം. 2 കരങ്ങൾ ഉയർത്തി പറ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്താൻ മടിയാണോ? ഒരുമിച്ച് പറ ഹല്ലേലൂയ.
ഇവിടെ പരിശുദ്ധ അമ്മയെ അടുത്തറിയുമ്പം നമുക്ക് വലിയൊരു ആനന്ദം തോന്നും. പരിശുദ്ധ അമ്മ വന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ള, മക്കളെ ടെൻഷൻ വരുമ്പം, കെണി വരുമ്പം എൻ്റെ മകൻ പറയുന്നതിനകത്ത് കാര്യവിരിപ്പുണ്ട്. 2 കരവും ഉയർത്തി പറ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ഒന്നാമതൊരു ഉദാഹരണം പറയാം. എൻ്റെ അമ്മ, പരത്തി പറയാൻ ഒട്ടും സമയമില്ല. എൻ്റെ അമ്മ ഞാൻ അച്ഛനാകുന്നതിന് മുമ്പ് മരിച്ചുപോയി. ക്യാൻസർ വന്നാണ് മരിച്ചു പോയത്. അമ്മ മരിക്കുന്ന ദിവസം എനിക്കൊരു ഉൾവിളി പോലെ വന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം അമ്മച്ചിയുടെ രോമകൂപങ്ങളിൽ നിന്നെല്ലാം ഇങ്ങനെ രക്തം വിറ്റ് വീഴുക ചെറുതായിട്ട്. അപ്പം രാത്രിയൊക്കെ അമ്മയുടെ കൂടെ ഉറക്കം വിളിച്ചിരുന്നത് കൊണ്ട് എൻ്റെ ചേട്ടായി പാപ്പച്ചനും മറിയമേയും പറഞ്ഞു, ഷാജിമോൻ ഏതായാലും വന്നല്ലോ, അതുകൊണ്ട് കൂടെ ഒന്ന് ഇരിക്കാം, ഞങ്ങൾ ഇച്ചിരി ഒന്ന് ഉറങ്ങിക്കോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കേ. ശ്രദ്ധിച്ചു. ഞാൻ കൂടിയിരുന്നു, അമ്മച്ചിയോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അമ്മ മരിച്ചുപോയി. രാത്രിയിൽ എൻ്റെ മടിയിൽ കിടന്ന്. അന്ന് തന്നെ ഞാൻ ചേട്ടൻ അച്ഛനെ അറിയിക്കാൻ, എനിക്ക് ചേട്ടൻ അച്ഛനുണ്ടായിരുന്നു, അന്ന് ചേട്ടായി മരിച്ചുപോയി. ചേട്ടൻ അച്ഛനെ അറിയിക്കാനായി ഫോൺ വിളിക്കാൻ വേണ്ടി പോയി, STD പോയി വിളിച്ച് വന്നപ്പം രാവിലെ 6:30 മണിയായി. പിന്നെ വീട്ടിലെ കാര്യങ്ങളായി, ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നീട് അമ്മച്ചിയെ കുളിപ്പിച്ച് അരണ്ട് കിടത്തി അമ്മച്ചിയുടെ അടുത്തിരുന്നു. കരയാൻ പോലും സമയമില്ല, ആൾക്കാരെ വിളിക്കുന്നു വരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ ശവസംസ്കാരം കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് വല്ലാത്തൊരു ശൂന്യത വരിക. അപ്പൊ ഈ ശവസംസ്കാരത്തിന്റെ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, മനുഷ്യർ ഒത്തിരി പേര് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഷമ്മാശ വിഷമിക്കല്ല കേട്ടോ, എന്തൊരു ഭാഗ്യമാ കിട്ടിയത്, മടി കിടന്നൊക്കെ മരിക്കാന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമല്ലേ. അയ്യോ, ഈശോ വിളിച്ചു വരുത്തിയതുപോലെ വന്നില്ലേ, പരിശുദ്ധാത്മാവ് നിർബന്ധിച്ച് പരിശുദ്ധ അമ്മ കൊണ്ടുവന്നില്ലേ, ഈ ഇളയ മോൻ എന്തൊരു ഭാഗ്യം കിട്ടി. എല്ലാരും പറഞ്ഞു കേട്ടോ ഷാജി ബ്രദറിന്റെ ഭാഗ്യത്തെക്കുറിച്ച്. മടിയിൽ കിടന്ന് മരിച്ചു, ഈ പാപ്പച്ചനൊന്നും ആ ഭാഗ്യം കിട്ടിയില്ല. ശരിയാ, ഈ മനുഷ്യർ പറഞ്ഞ വാക്കുകളെല്ലാം എന്നെ ആശ്വസിപ്പിച്ചു. 2 കരങ്ങളും ഉയർത്തി പറയാമോ ഹല്ലേലൂയ? അങ്ങനെ പറഞ്ഞപ്പോൾ ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? എന്നാൽ എൻ്റെ വിശുദ്ധരെ, അമ്മയില്ലാത്ത ലോകത്തിൽ 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ചങ്ക് പിടയ്ക്കാൻ തുടങ്ങി, എൻ്റെ ഹൃദയം വാടാൻ തുടങ്ങി, മനസ്സ് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. ഈ ശുശ്രൂഷയുടെ പന്തലിൽ വെച്ച് ഒരു മനുഷ്യൻ, ഒരച്ഛനാന്ന് എൻ്റെ ഓർമ്മ, എൻ്റെ ചെവിയിൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഷാജി ബ്രദറെ വിഷമിക്കണ്ട, സങ്കീർത്തനം 116:15. ഷാജി ബ്രദറെ വിഷമിക്കണ്ട, സങ്കീർത്തനം 116:15. ഞാനത് എടുത്തു നോക്കിയപ്പോൾ ദൈവത്തിന്റെ വചനം അവിടെ കിടക്കുകയാ. തൻ്റെ നീതിമാന്മാരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ്. തൻ്റെ നീതിമാന്മാരുടെ മരണം ദൈവത്തിന് അമൂല്യമാണ് എന്ന് വെച്ചാൽ, ഇന്നലെ വരെ മനുഷ്യരെന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ വാക്ക് എനിക്ക് താൽക്കാലിക ആശ്വാസം നൽകി. ഷാജി ബ്രദറെ മടി കിടന്നമ്മ മരിച്ചില്ലേ, എന്തൊരു ഭാഗ്യവാ. ഈ വാക്കുകളൊക്കെ എന്നെ തൽക്കാലത്തേക്ക് ആശ്വസിപ്പിച്ചെങ്കിലും പിന്നീട് എന്നെ കണ്ണീരിലേക്ക് വീഴ്ത്തി. എന്നാൽ യേശു കർത്താവിൻ്റെ വചനം എന്നെ നിത്യമായി വിടുവിച്ചു. പിന്നീട് ഇന്ന് വരെ നിങ്ങൾ എൻ്റെ മുറി അരിച്ചു പെറുക്കി നോക്കിക്കോളൂ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു. ഈ പാട്ടൊക്കെ എഴുതിയ ട്യൂൺ ചെയ്ത എൻ്റെ മുറിയിൽ മാതാവിൻ മടിയിലൂടി ഷോയിലെത്തുന്ന പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ഈ പാട്ടൊക്കെ എഴുതിയ എൻ്റെ മുറിയിൽ എൻ്റെ അമ്മച്ചിയുടെ ഒരു ചിത്രം കാണിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാം. വലതുകരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ? 2 കരങ്ങളും ഉയർത്തി പറയാമോ ഹല്ലേലൂയ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മറിയം പറഞ്ഞു, എൻ്റെ മകൻ്റെ വചനത്തിനാണ് പ്രൈമസി, ബാക്കിയെല്ലാം സെക്കൻഡറി ആണെന്ന് എന്നെ പഠിപ്പിച്ചവളാണ് മറിയം. മറിയം അതാ വചനത്തിൻ്റെ പിന്നിൽ മറയുന്ന പെണ്ണ്. എൻ്റെ മറിയം, എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഈ വചനം തന്നില്ലായിരുന്നെങ്കിൽ ഇന്നും അമ്മയെ ഓർക്കുമ്പോൾ കരഞ്ഞും പരിതപിച്ചും നിരാശപ്പെട്ടും മറ്റെല്ലാവരുടെയും പോലെ എൻ്റെ അമ്മച്ചിയുടെ ചിത്രം വെച്ച് ഓർത്തും നൊമ്പരപ്പെട്ടും
ഞാൻ പിന്നീട് വല്ലപ്പോഴും അമ്മയുടെ സ്നേഹമോർത്ത് കരഞ്ഞതല്ലാതെ യേശുവിന്റെ നാമത്തിൽ പറയുക, എൻ്റെ അമ്മ ഇവിടെ ഇല്ലാത്തതോർത്ത് അമ്മയോടുള്ള സ്നേഹമോർത്ത് എൻ്റെ കണ്ണ് വിതുമ്പിയിട്ടുണ്ട്. അല്ലാതെ അമ്മ ഇവിടെ ഇല്ല എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മയുടെ മരണം എൻ്റെ ദൈവത്തിന് അമൂല്യമാണെങ്കിൽ ഞാൻ എന്തിന് കരയണം എന്ന വചനം എനിക്ക് ഇട്ടു തന്നത് എൻ്റെ അമ്മ മറിയമാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നിങ്ങൾ ഇച്ചിവിടെ കേൾക്കട്ടെ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ഞാനിന്ന് പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം മറക്കല്ലേ. പരിശുദ്ധമ്മയുടെ സ്ഥാനം സഭ എപ്പോഴും ഉയർത്തിപ്പിടിക്കുക. അമ്മ വചനത്തിൻ്റെ അമ്മയാണ്. അമ്മ വചനത്തിൻ്റെ അമ്മയാണ്. വചനം അകത്തേക്ക് എടുത്തു വെച്ച അമ്മയാണ്. രണ്ട് കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. മനസ്സിലൊന്ന് പറഞ്ഞേ, മറിയത്തെ ഒരു പ്രതിമയായി കാണുന്നതിനപ്പുറം എൻ്റെ അമ്മ മറിയം എപ്പോഴും എൻ്റെ കൂടെയുള്ള, എനിക്ക് അപ്പോഴപ്പോൾ വചനം തരുന്ന അമ്മയാണ്. വചനം പറഞ്ഞ് എന്നെ സഭയോട് ചേർത്ത് നിർത്തുന്ന അമ്മയാണ്. പ്രാർത്ഥനകൾ ആവർത്തിച്ചുരുവിടാനും വചനം ആവർത്തിച്ചുരുവിട്ട് സഭയിൽ കുദാശകളിൽ ഒട്ടി നിൽക്കാൻ പഠിപ്പിച്ചവളാ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ടെ, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കരം താഴ്ത്തിക്കോ. വിശുദ്ധരെ ഒരു അറിയാമെങ്കിൽ പറയണം. പരിശുദ്ധ അമ്മ വചനം ആവർത്തിച്ച് നമ്മുടെ ലത്തീൻ സഭയുടെ കുർബാനയിൽ കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. സഭയിലും പൗരസ്ത്യ ആരാധനയിലും ഭാരതത്തിലുമെല്ലാം ഈ പ്രാർത്ഥനകൾ ആവർത്തിക്കുന്ന പതിവുണ്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാണ് നിങ്ങളുടെ കുർബാനയിൽ, നിങ്ങളുടെ കുർബാനയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് മനസ്സിൽ കൊള്ളാനാ. ഞങ്ങളുടെ കുർബാനയിൽ ഇത് തന്നെയാ. പാട്ടുകളും പ്രാർത്ഥനകളും ആവർത്തിക്കുന്നുണ്ട്. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ എന്നിങ്ങനെ ആവർത്തിക്കുന്നത്. പരിശുദ്ധ ലത്തീൻ സഭയുടെ കുർബാന വളരെ എബ്രിഡ്ജഡാ. എന്നിട്ടും എന്തിനാ ആവർത്തിക്കുന്നത്? എന്തിനാ ആവർത്തിക്കുന്നത്? പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് എന്തിനാ ആവർത്തിക്കുന്നത്? നമ്മുടെ കുർബാനയുടെ തിരുവചന വായനകൾക്ക് തുടക്കത്തിലൊരു മനോഹരമായ പാട്ടുണ്ട്. ആ പാട്ടിന്റെ ലിറ്റർജിക്കൽ നാമം ഞാൻ മറന്നുപോയി. അതിനകത്ത് എന്തിനാ ആവർത്തിക്കുന്നത്? രണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ ഹല്ലേലൂയ? മനസ്സ് വെച്ച് പറ ഹല്ലേലൂയ. ഒരു പ്രബോധനം പഠിക്കാനുള്ള കൊതിയോടെ പറ ഹല്ലേലൂയ. ഒരു പുതിയ ജ്ഞാനം നേടാനുള്ള കൊതിയോടെ ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാനങ്ങനെ ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുക, പരിശുദ്ധ അമ്മ, ബൈബിളിലെ പരിശുദ്ധ അമ്മ എന്നെങ്കിലും വചനം ആവർത്തിച്ചതായി നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ അറിയാമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. പരിശുദ്ധ അമ്മ ബൈബിളിലെ വചനം ആവർത്തിച്ചതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എവിടെങ്കിലും അറിയാവോ? ഇല്ലല്ലേ? ഇല്ല, ഇല്ലല്ലേ? ഇല്ലായിരിക്കും. ഉണ്ടോ ആവോ? ആർക്കറിയാം? നമ്മുടെ അറിവിൽ ഇല്ല അല്ലേ? കളിയാക്കുകയല്ല അല്ലേ? നമ്മുടെ അറിവിൽ പരിശുദ്ധ അമ്മ വചനം ആവർത്തിച്ചു പറഞ്ഞതായിട്ടില്ല. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഇന്നു മുതൽ പഠിച്ചിരിക്കണം, പരിശുദ്ധ അമ്മ വചനം ആവർത്തിച്ചതിൻ്റെ തെളിവ് നമ്മുടെ ബൈബിളിലുണ്ട്. വലതുകരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ? രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ പറയാമോ ഹല്ലേലൂയ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടേ, അത് പറയാൻ ഇന്നത്തെ ആ ശുശ്രൂഷയുടെ വെപ്രാളം കൊണ്ട് വളരെ സൂക്ഷിച്ച് പെട്ടെന്ന് പറഞ്ഞു തരാം. മറിയം വചനം ആവർത്തിച്ച് കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ എന്ന് ഇന്ന് പരിശുദ്ധ ലത്തീൻ സഭയുടെ ഒരു മകള് മദ്ബഹയുടെ മുമ്പിൽ ആവർത്തിക്കുന്നത് പോലെ, പരിശുദ്ധ കുദാശയിൽ ആവർത്തിക്കുന്നത് പോലെ, കുദാശയിൽ ഉൾച്ചേരുന്നത് പോലെ മറിയം അന്ന് തനിക്ക് കിട്ടിയ വചനം ആവർത്തിച്ച് പറഞ്ഞ് ആത്മാവിൽ എഴുതിയവളാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന 400 പേര് ചോദിക്കും, ഷാജിയച്ച മൈക്കെടുത്ത് ഇങ്ങനെ പറയാൻ എളുപ്പമല്ലേ? അതിന്റെ തെളിവെന്നാ? ഇങ്ങനെ മൈക്കെടുത്ത് പറയാൻ ആർക്കും പറ്റുമല്ലോ. തെളിവുണ്ട്, തെളിവുണ്ട്, തെളിവുണ്ട്. കനല് പോലത്തെ ഒരു തെളിവുണ്ട്. കൺമുമ്പിൽ ഒരു തെളിവുണ്ട്, തെളിവുണ്ട്, തെളിവുണ്ട്. ഞാൻ നിങ്ങൾക്ക് കൃത്യം പറഞ്ഞു തരാൻ പെട്ടെന്ന് പടക്കെന്നങ്ങ് പറയുന്നതേ ഉള്ളൂ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം തെളിവാണ്. വലതുകരം ഉയർത്തിപ്പിടിക്കാമോ? അപ്പൊ നിങ്ങൾക്കൊരു സംശയം, അതെന്നാ അച്ഛാ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം തെളിവാണെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ട് തെളിവാകുമോ? അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകാതെ കരങ്ങൾ താഴ്ത്തിയാട്ടെ. നിങ്ങൾ സാമുവേലിന്റെ പുസ്തകം ഒന്ന് തുറന്നു നോക്ക്. സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ കേൾക്കുന്നുണ്ടോ? സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ കേൾക്കുന്നുണ്ടോ? സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ കേൾക്കുന്നുണ്ടോ? സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ ഹന്ന
ഹന്നാ പാടിയ കീർത്തനം. ഹന്നാ പാടിയ കീർത്തനമാണ് മറിയം പാടുന്ന സ്തോത്രഗീതം. അല്പസ്വല്പ വ്യത്യാസങ്ങൾ എന്തുകൊണ്ടായിരിക്കും വിശുദ്ധരെ? ഹന്നാ പാടിയ സ്തോത്രഗീതവും സാമുവേലിന്റെ പുസ്തകത്തിലെ പാട്ടും ലൂക്കായിലെ സ്തോത്രഗീതവും അല്പസ്വല്പ വ്യത്യാസങ്ങളോടെ ഇരിക്കുന്നതിന്റെ കാരണം, മറിയം കാണാപ്പാഠം പഠിച്ച വചനം പാടി നോക്കിയപ്പോൾ ചിലതൊക്കെ മാറിപ്പോയി. മറിയം കാണാപ്പാഠം പറഞ്ഞുകൊണ്ടിരുന്ന വചനങ്ങൾ, നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വചനങ്ങൾ ഏറ്റുപാടിയപ്പോൾ അല്പസ്വല്പ വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് കേരളത്തിന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നു എന്ന വചനം കേൾക്കാൻ കഴിഞ്ഞത് എന്നിലൂടെയാണ്. 14 വർഷം മുമ്പ് കുട്ടനാട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം അമ്മയുടെ മുമ്പിൽ കരഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് ഹബക്കൂക്ക് 1:5. ഒരുമിച്ചൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. പക്ഷേ ഈ വചനം ഷാലോമിലൂടെ കേരളത്തിലേക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞപ്പം അതിലൊരു തെറ്റുണ്ട്. 156 സ്ഥലങ്ങളിൽ പറഞ്ഞ ഞാൻ തന്നെയും പിന്നെയും പറഞ്ഞു കഴിഞ്ഞപ്പം ജനതകളുടെ ഇടയിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുകൊള്ളുവിൻ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി പറ. പക്ഷെ ബൈബിളിൽ കിടക്കുന്നത് വിസ്മയഭരിതരാകുവിനാ. അപ്പൊ എന്താ പറ്റിപ്പോയത്? ഈ വചനം ആവർത്തിച്ച് പറയുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു തെറ്റ് പറ്റിപ്പോയി. ഈ വചനം ഉരുവിട്ട് പറയുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു തെറ്റ് പറ്റിയിട്ട് ബൈബിളിൽ വിസ്മയഭരിതരാകുവിനാണ് ഞാൻ പറഞ്ഞത്. തെറ്റൊന്നുമല്ല, അത്ഭുതപ്പെട്ടുകൊള്ളുവിനായി. 2 കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ ഹന്നായുടെ പാട്ട്, അതായത് ദൈവവചനം നിരന്തരം പറഞ്ഞ് ദൈവവചനത്തിന്റെ കൂടാരമായവളാണ് നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഇവൾ. 2 കരങ്ങൾ ഉയർത്തി അമ്മയോടൊപ്പം ദൈവത്തെ ഒന്ന് ഉറക്കെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നിങ്ങൾ എന്നെ കൂടി ഒന്ന് അനുഗ്രഹിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി അനുഗ്രഹിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയുടെ കുഞ്ഞു ഭാഗമാണ്. ദുർബലരാണ് നമ്മൾ. ദുർബലമാം കാൽമുട്ടുകളുള്ളവരാ. ഞങ്ങൾക്ക് ആത്മബലം അങ്ങ് മാത്രമാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഈ കേൾക്കുന്നത് എവിടെങ്കിലും ഒരു കുഞ്ഞു സ്പാർക്കാകണേ. നമുക്ക് അങ്ങനെ ആഗ്രഹിച്ചേ. ഞാൻ പറയുന്ന പ്രസംഗം ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഈ പറയുന്നതിൻ്റെ പൊരുളാർക്കെങ്കിലും ഈ 8:25 ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉള്ളിൽ തങ്ങാനെന്ന് ആഗ്രഹിച്ചേ. നമുക്ക് ആന്റണിയോടൊപ്പം ഒരു 4 വരി പാടാം. ദുർബലമാം കാൽമുട്ടുകൾ ഉള്ളവരാ ഞങ്ങൾ, പാപങ്ങളിൽ കാലിടറി വീണവരാ, കേൾക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു മടുപ്പുള്ളവരാ, പക്ഷേ ഞങ്ങൾക്ക് ആത്മബലം അങ്ങ് മാത്രമാണ്. നല്ല ആഗ്രഹത്തോടെ കരങ്ങൾ മടിയിലൊന്ന് വിരിച്ചു പിടിച്ചേ. ദുർബലമാം 4 വരി പാടിത്തരും. ദുർബലമാം കാൽമുട്ടുകൾ ഉള്ളവരാണേ ഞങ്ങൾക്ക് ആത്മബലം അങ്ങു മാത്രമാ. പാപങ്ങളിൽ കാലിടറി വീണവരാണേ ഞങ്ങൾക്ക് ആത്മശക്തി അങ്ങു മാത്രമാ. ദുർബലമാ കാൽമുട്ടുകൾ ഉള്ളവരാണേ ഞങ്ങൾക്ക് ആത്മബലം അങ്ങു മാത്രമാ. പാപങ്ങളിൽ കാലിടറി വീണവരാണേ ഞങ്ങൾക്ക് ആത്മശക്തി അങ്ങു മാത്രമാ. റുഹായവാ സന്തോഷത്താ സന്താപം നീ ഏറ്റെടുക്കാൻ വാ. റുഹായവാ സന്തോഷത്താ സന്താപം നീ ഏറ്റെടുക്കാൻ വാ.
4 വരിയേ ഉള്ളൂ. 4 വരി മാത്രം നമുക്ക് കരങ്ങൾ അടിച്ചു പാടാം. റുഹായെ വാ, ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും എൻ്റെ ചങ്കിൽ ഒട്ടിക്കാൻ വാ, എന്നെ മെച്ചപ്പെടുത്താൻ വാ. ഞാൻ പാവപ്പെട്ടവനാണ് കർത്താവേ. അമ്മയെപ്പോലെ എളിമയോടുകൂടി ദൈവസന്നിധിയിലിരിക്കാം. കരങ്ങൾ അടിച്ചു പാടാം. ദുർബലമാം കാൽമുട്ടുകൾ ഉള്ളവരാണ് ഞങ്ങൾക്ക് ആത്മബലം അങ്ങ് മാത്രമാണ്. നല്ല കരങ്ങൾ അടിക്കാവോ? ദുർബലമാം കാൽമുട്ടുകൾ ഉള്ളവരാണേ ഞങ്ങൾക്ക് ആത്മബലം അങ്ങു മാത്രമാ. പാപങ്ങളിൽ കാലിടറി വീണവരാണേ ഞങ്ങൾക്ക് ആത്മശക്തി അങ്ങു മാത്രമാ. ദുർബലമാം കാൽമുട്ടുകൾ ഉള്ളവരാണേ ഞങ്ങൾക്ക് ആത്മബലം അങ്ങു മാത്രമാ. പാപങ്ങളിൽ കാലിടറി വീണവരാണ് ഞങ്ങൾക്ക് ആത്മശക്തി. കരങ്ങളടിക്കാവോ? റുഹായെ വാ, സന്തോഷം വാ, സന്താപം നീ ഏറ്റെടുക്കുക. റുഹായെ വാ, സന്തോഷം വാ, സന്താപം നീ ഏറ്റെടുക്കുക. റുഹായെ വാ, സന്തോഷം സന്താപം നീ പാടിക്കേ. റുഹായെ വാ, റുഹായെ വാ, സന്തോഷം സന്താപം നീ പാടാവോ? റുഹായെ വാ, റുഹായെ വാ, സന്തോഷം സന്താപം നീ ഏറ്റെടുക്കാൻ. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നമ്മളൊരു 30 മിനിറ്റ് കേട്ടത് ഒന്ന് ചുരുക്കി പറഞ്ഞ് എൻ്റെ അടുത്ത കുഞ്ഞു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ ചെറിയ ശുശ്രൂഷയാണ് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ കേട്ടത് ഇത്രയേ ഉള്ളൂ. പണ്ട് സെമിനാരി കാലഘട്ടത്തിൽ 100,000 കാര്യങ്ങൾ കേട്ടതിൽ നിന്നും ഒരു ജോർജച്ചൻ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം ആകാൻ തുടങ്ങി. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ. 156 വിഷയങ്ങൾ പഠിച്ച എന്നെ ഇന്നും നയിക്കുന്നത് ജോർജച്ചൻ പറഞ്ഞ ഒരു ഉപ്പിൻ്റെ ചരിത്രമാണ് എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കൺവെൻഷനിൽ നിന്നും ഈ 4 ദിവസങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തു വയ്ക്കണം. 2 കരവും ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. എടുത്തു വയ്ക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, പരിശുദ്ധ അമ്മയുടെ ഒരു പ്രതിമയെയും ചിത്രത്തെയും വണങ്ങുന്ന മരിയൻ ഭക്തിക്കപ്പുറം. നിങ്ങൾ എന്നോട് പൊറുക്കണം. നിങ്ങളുടെ മകൻ ഡാനി എന്നും വന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പപ്പാച്ചി മിടുക്കനാ കേട്ടോ, പപ്പാച്ചി സ്മാർട്ടാ കേട്ടോ, മമ്മി സ്മാർട്ടാ കേട്ടോ, മമ്മി എന്ത് നല്ല മമ്മിയാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പെട്ടിയിൽ നിന്നും 100 രൂപ എടുത്തുകൊണ്ട് പോകുക. അവൻ കുഞ്ഞല്ലേ, ഐസ്ക്രീം വാങ്ങാനാ നിങ്ങൾ കൊടുക്കും. പിന്നെ 2 ആഴ്ചത്തേക്ക് ചെറുക്കനും മിണ്ടാട്ടവും ഇല്ല, പറച്ചിലുമില്ല. പിന്നെ 2 ആഴ്ച കഴിയുമ്പം ഈ കുഞ്ഞ് വന്നിട്ട് പപ്പാ മിടുക്കനാ കേട്ടോ, പപ്പാ സ്മാർട്ടാ കേട്ടോ, എൻ്റെ സ്കൂളിലേക്ക് വെച്ച് എല്ലാവരുടെയും പപ്പാമാരിൽ എൻ്റെ പപ്പായ മിടുക്കൻ കേട്ടോ, മമ്മി മിടുക്കിയ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് പ്രീതിപ്പെടുത്തി വർത്താനം പറഞ്ഞിട്ട് 100 രൂപ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ കൊടുക്കും, നിങ്ങളുടെ മകനാ. 2 ആഴ്ചത്തേക്ക് ചെറുക്കനൊരു മിണ്ടാട്ടവും ഇല്ല, പറച്ചിലുമില്ല. 2 ആഴ്ച കഴിയുമ്പോൾ പപ്പ മിടുക്കനാ കേട്ടോ. അപ്പം നിങ്ങൾ പറയും, എന്നോട് ഡാനി നിനക്ക് വേണേ 100 രൂപ എടുത്തോണ്ട് പൊക്കോ, ഈ ഭംഗി വർത്താനം പറയാൻ ഇങ്ങോട്ട് വരണ്ട. വിശുദ്ധരെ, ഭക്തിക്കകത്തെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഭക്തിക്കകത്തെല്ലാം there is a pure spiritual selfishness. കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക. ഭക്തിക്കകത്ത് ഭക്തൻ എന്തോ നേർച്ച വെച്ചിട്ട് എന്തോ കാഴ്ച വെച്ച് പ്രീതിപ്പെടുത്തിയിട്ട് ഒരു നേട്ടത്തിന്റെ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളിൽ
100% പേരിൽ 80% പേരെങ്കിലും ഒരുപക്ഷെ, ഞാൻ വാദിക്കുന്നില്ല, വിധിക്കുന്നില്ല, അനുഭവത്തിൽ വെച്ച് വിശുദ്ധരെ നിങ്ങളുടെ മിഴികളിലേക്ക് നോക്കി പറയുക, ഈ പരിശുദ്ധ അമ്മയെ, ഈശോയെ പ്രീതിപ്പെടുത്തി ഏതെങ്കിലും വാങ്ങുന്ന ഭക്തരാ നമ്മൾ. തീർച്ചയായും തമ്പുരാൻ 100 രൂപ നൽകും, കാരണം അവന്റെ മക്കളാണ് നമ്മൾ. പക്ഷേ ബുദ്ധിയുള്ള അപ്പം പറയും, ഡാനി ഈ പഞ്ചാര വർത്താനം പറയാൻ നീ ഇങ്ങോട്ട് വരണ്ട, 100 രൂപ എടുത്തോണ്ട് വെക്കോ. വിശുദ്ധരെ, അവിടെയാണ് മറിയം വചനം പറഞ്ഞിട്ട് മുങ്ങുന്നതും മാറുന്നതും. 2 കരങ്ങൾ ഉയർത്തി പറ ഹല്ലേലൂയ. ആ വചനം ഏറ്റുപറയുന്നവരുടെ ഉള്ളിൽ ആ വചനം മാംസമെടുക്കും. ആ മാംസമെടുത്ത ജീവിതങ്ങളെ കൂദാശകൾ ശക്തിപ്പെടുത്തും. 2 കരങ്ങളും ഉയർത്തി ആ സമാധാനത്തോടെ പറ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറ ഹല്ലേലൂയ. സ്നേഹത്തോടെ കരമുയർത്തി പറ ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ശുശ്രൂഷയുടെ അടുത്ത കൊച്ചു ഭാഗം മറിയം ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി എന്താ വിശുദ്ധരെ? മറിയം ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയായി അടിയന് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കേരള സഭയിൽ ദൈവാനുഗ്രഹത്താൽ അർഹതയില്ലാതെ പരിശുദ്ധമ്മയുടെ അച്ഛന്മാരെന്ന് വിളിക്കപ്പെടുന്നതിൽ ഏറ്റവും മുമ്പിൽ പരിശുദ്ധമ്മയുടെ അച്ഛനെന്നറിയപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഒരു അയോഗ്യനാണ് ഞാൻ. ഏതായാലും ദൈവത്തിൻ്റെ ജനത്തിന് എന്തോ ഒരു ബോധം, എനിക്ക് അർഹതയില്ലെങ്കിലും ദൈവത്തിൻ്റെ ജനത്തിന് എന്തോ ഒരു ബോധമുള്ളത് കൊണ്ടാണല്ലോ പരിശുദ്ധമ്മയുടെ പേരിൽ ഞാൻ അറിയപ്പെടുന്നത്. ആ വിനയത്തോടെ യേശുവിൻ്റെ നാമത്തിൽ പറയുക, കഴിഞ്ഞ 25 വർഷത്തെ മരിയൻ ചിന്തകളിലും ധ്യാനത്തിലും എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യം, മറിയം ചെയ്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, മറിയം സങ്കടത്തിൻ്റെ നടുവിൽ നിന്ന് പറഞ്ഞു, എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് കർത്താവിനെ, അയ്യോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പറയുന്നതിന് എന്നെ പറഞ്ഞ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നാണക്കേട് പറഞ്ഞ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, അച്ഛൻ എന്താ അച്ഛൻ ഈ കേട്ട് തഴമ്പിച്ച, പരമ്പരാഗതമായി കേട്ട് തഴമ്പിച്ച ഈ വചനവും പറഞ്ഞുകൊണ്ട് വരുന്നത്? അതിൻ്റെ കാരണമുണ്ട്. ഞാൻ നിങ്ങളോട് കളിയാക്കാൻ ചോദിക്കുകയല്ല. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് 100,000 തവണ കേട്ടവരല്ലേ നിങ്ങൾ? എന്നാ പിന്നെ പറ, എന്താ ഇതിൻ്റെ അർത്ഥം? അതിനെന്നാ അർത്ഥം? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, അല്ലാതെ തന്നെ. അങ്ങനെ പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഞാൻ നിങ്ങളോട്, വിശുദ്ധരെ, വിലപ്പെട്ടവരെ, സമയം ഇന്ന് ശുശ്രൂഷയ്ക്ക് മാറ്റിവെച്ചവരെ, ആക്ച്വലി വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എൻ്റെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് മറിയം പറഞ്ഞതിന്റെ പൊരുള് അറിയാത്തത് കൊണ്ടാണ് മരിയ ഭക്തിയും കുർബാനയും ഇന്നും നമുക്ക് 2ആയിരിക്കുന്നത്. ഇതുപോലെയുള്ള വലിയ തീർത്ഥകേന്ദ്രങ്ങളിൽ, ചങ്ങനാശ്ശേരിയിലും എല്ലായിടത്തും മരിയ ഭക്തിയും കൂദാശകളും 2 വഴിക്ക് പോകുന്നതും, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് പോലും നേർച്ചകാഴ്ചകളിൽ ജനം മുഴുകുന്നതും തെറ്റാണോ എന്ന് ചോദിച്ചാൽ മാരകമായ തെറ്റൊന്നും ആയിരിക്കത്തില്ല. മറിയത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണത്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. എന്റെ വിശുദ്ധരെ, നിങ്ങൾ അമ്മ മറിയത്തിന്റെ അടുത്ത് പോയി, അമ്മേ എനിക്ക് ഈശോയേക്കാൾ എൻ്റെ അമ്മയെ ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ അമ്മേ എനിക്ക് തമ്പുരാൻ, അങ്ങനെ പറയുന്ന മനുഷ്യർ ഈ കാലഘട്ടത്തിലുണ്ട്. ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈശോ എന്നാ പറയും? എൻ്റെ അമ്മയെ അതുക്കണക്കിന് സ്നേഹിക്കുന്ന ഡേവിസേ, ഫ്രാൻസിസേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. സത്യമാണ്. തൻ്റെ അമ്മയെ ആകാശത്തോളം ഉയർത്തുന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കും. സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. പക്ഷേ അതിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുണ്ട്. സാധാരണല്ല, സാധാരണ ഉറപ്പ്. അതിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാ ഈ കയ്യും കൂപ്പി നിൽക്കുന്നത്. ആകാശത്തോളം അമ്മയെ ആരെങ്കിലും ഉയർത്തിയാൽ അമ്മ പറയും ഞാൻ മറിയമാണ്, മറഞ്ഞു നിൽക്കാൻ പഠിച്ച വീഞ്ഞാണ്, എൻ്റെ മകനാണ് നിങ്ങൾ അറിയേണ്ടത്. വിശുദ്ധരെ, നമ്മളെ വിശുദ്ധ കുർബാന വിട്ട് മാറി നിൽക്കുമ്പം അമ്മ മറിയം പറയുക, എൻ്റെ ആത്മാവ്, ദ കോർ ഓഫ് മൈ ബീയിങ്, എൻ്റെ ആത്മാവിൽ ഒരു 100 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് നിങ്ങൾ അകത്തോട്ട് എത്തി നോക്കുമ്പം അങ്ങ് താഴെ ഇത്തിരി വെള്ളം കിടക്കുന്നത് പോലെ എൻ്റെ ആത്മാവിൽ പാതിരായ്ക്കും 10 വെളുപ്പാങ്കാലത്തും മക്കളെ നിങ്ങൾ വന്ന് നോക്കിയാൽ ഒരു പക്ഷേ അമ്മ ഉണ്ണിയെ താരാട്ട് പാടുകയായിരിക്കും.
ഒരുപക്ഷെ അമ്മ ചിന്തേര് വാരി കളയുകയായിരിക്കും. ഒരുപക്ഷെ അമ്മ ഉണ്ണിയുടെ ഉടുപ്പ് കഴുകുകയായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ നോക്കുമ്പം അമ്മ അരുവിക്കരയിൽ വെള്ളം കോരുകയായിരിക്കും. ബട്ട് ഐ ടെൽ യു, എന്റെ ആത്മാവിൽ വെള്ളം കോരുമ്പോഴും ഉണ്ണിയുടെ ഉടുപ്പ് കഴുകുമ്പോഴും തടിയുടെ ചിന്തേര് വേസ്റ്റ് വാരിക്കളയുമ്പോഴും എന്റെ ആത്മാവിൽ ഒറ്റ പ്രവൃത്തിയേയുള്ളൂ, അത് ദൈവാരാധനയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഇത് പഠിക്കാത്തതാണ് മരിയൻ ഭക്തി വഴിമാറിപ്പോയിട്ട് മാർപ്പാപ്പയോട് ദൈവജനം ഒപ്പ് ശേഖരിച്ചിട്ട് പറഞ്ഞു, അമ്മ മറിയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണം. സഭയ്ക്ക് തെറ്റുപറ്റിപ്പോയതാണ്, അമ്മയാണ് സഹരക്ഷക. ഇത് ഭക്തി മൂത്തിട്ടുണ്ടായ ഒരു തെറ്റാണ്. ചരിത്രത്തിൽ ഒരിക്കലും ബൈബിളിലോ ചരിത്രത്തിലോ പാരമ്പര്യത്തിലോ ഇല്ലാത്ത സത്യം ഭക്തി മൂത്തിട്ട് നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാ. സഭ പറഞ്ഞു അങ്ങനെ വിളിക്കരുത്. നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ഒരു അമ്മയുണ്ട്, അദ്ദേഹമല്ല പ്രധാനമന്ത്രി. ഈശോ സഹിച്ചതുപോലെ തന്നെ സഹിച്ച് രണ്ട് കാളകൾ നിലമുഴുന്നത് പോലെ ഒരേപോലെ സഹിച്ചവളെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്നാൽ ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ ഈ ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും വില കൊടുത്തവളാണ് അമ്മ. രണ്ട് കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. അവളോട് ചേർന്ന് നിൽക്കുമ്പം നാം മദ്ബഹയോട് ചേർന്ന് നിൽക്കും. അവളോട് ചേർന്ന് നിൽക്കുന്നതിന്റെ ലക്ഷണം നമ്മൾ അർപ്പിച്ച ജപമാലകളല്ല പ്രിയപ്പെട്ടവരെ. ജപമാലകൾ മനോഹരമാണ്, മഹോന്നതമാണ്. സ്വർഗ കുർബാന കഴിഞ്ഞാൽ സഭയിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഒന്നാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഫാർ മോർ ദാൻ എ യൂക്കറിസ്റ്റ്. ഒരു ബലിയുടെ 5 ഇലക്കൊത്ത് ജപമാല വരത്തില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് മറിയം നമ്മുടെ ചങ്കിൽ പൂമരമാകുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തി പറ ഹല്ലേലൂയ. അതാ മറിയം പറഞ്ഞത്, എൻ്റെ ആത്മാവിൽ മക്കളെ ഒറ്റ പ്രവൃത്തിയേ ഉള്ളൂ, ആരാധന. സഭ പഠിപ്പിക്കുന്നു, ആരാധനയുടെ പരമകോടി, ആരാധനയുടെ ക്ലൈമാക്സ്, ആരാധനയുടെ പൂർണ്ണത കുർബാനയാണ്. നമുക്ക് ഗ്രാഹ്യമാണെങ്കിലും, അച്ഛൻ പാട്ടുകാരനാണെങ്കിലും അല്ലെങ്കിലും, കർമ്മങ്ങൾ മനസ്സിലായാലും ഇല്ലെങ്കിലും, ബൈബിൾ സഭ പഠിപ്പിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരമാരാധന യേശു എന്ന രക്ഷകൻ തന്നെ അപ്പന് കൊടുത്ത ആരാധനയായ കുർബാനയാണ്. മറിയം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഈ ആരാധനയോട് ചേർന്ന് നിൽക്ക്. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. രണ്ട് കരങ്ങളും വീശി പറയാമോ? ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നമ്മളെ ബലിപീഠത്തിലേക്ക് ആരാധിക്കാൻ കൊണ്ടുവന്ന് നിർത്തുന്ന അമ്മയാണ്. അപ്പൊ മരിയ ഭക്തി ശരിക്കും നിങ്ങളുടെ തലയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ വിശുദ്ധ കുർബാന ഇങ്ങനെ നിറമിഴികളോടെ അർപ്പിക്കും. കാരണം ആരാധിച്ച് ആനന്ദിച്ച് കണ്ണു നിറയും. നിങ്ങൾ കള്ളത്തരം പറയില്ലെങ്കിൽ ഈ രാത്രി ചെലവഴിച്ച് നിങ്ങളോട് സത്യത്തിൽ ചോദിക്കട്ടെ, നമ്മുടെ സങ്കടമോർത്തിട്ടല്ലാതെ, മകന്റെ പീഡകൾ ഓർത്തിട്ടല്ലാതെ, കേൾക്കുന്നുണ്ടോ? മകളുടെ രോഗമോർത്തിട്ടല്ലാതെ, വീടൊലിച്ചു പോയതോർത്തിട്ടല്ലാതെ, ജപ്തി വന്നതോർത്തിട്ടല്ലാതെ, ആരാധിച്ച് ഇപ്പോൾ ആന്റണി പാടിയ ആരാധനയുടെ ആനന്ദ നദിയിൽ മുങ്ങിയിട്ട് ആനന്ദം കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പൂജ അർപ്പിക്കുമ്പം കരഞ്ഞിട്ടുള്ളവര് മാത്രം. കള്ളത്തരം പറയരുത്. യേശുവിനെ മഹത്വപ്പെടുത്താൻ ദുഃഖമോർത്തിട്ടല്ല, ആരാധിച്ച് ആരാധനയുടെ ആനന്ദം കൊണ്ട് കരഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വിശുദ്ധ സന്യാസിനിമാരെയും വിശുദ്ധരെ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം മാത്രമേ പറയാവുള്ളൂ. കരമൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? ഞാനൊരു 12 കരങ്ങളോളം കാണുന്നുണ്ട്. അത് നിസ്സാരമല്ല. പക്ഷേ ഇവിടെ ഏതാണ്ടൊരു 700ഓളം മനുഷ്യരുണ്ടെന്നൊരു സങ്കല്പമാണ്. നോക്കിക്കേ, അതില് 1% മേളിലുള്ള മനുഷ്യരുടെ കണ്ണുകളെ ആരാധനയിൽ നനഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, മറിയം
ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം മറിയം പറയുന്നത്, എൻ്റെ ആത്മാവ് നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ചിത്തത്തിന് ആനന്ദമുണ്ട്. കരങ്ങളടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കുർബാന നമുക്ക് മടുപ്പ്, ഭക്തി നമുക്കിഷ്ടം. കുർബാന നമുക്ക് മടുപ്പ്, ഭക്ത പ്രകടനം നമുക്കിഷ്ടം. കുർബാന നമുക്ക് മടുപ്പ്, പ്രദക്ഷിണം നമുക്കിഷ്ടം. കുർബാന നമുക്ക് മടുപ്പ്, അലങ്കാരം നമുക്കിഷ്ടം. There is no connection between Mary and us. നമ്മളുമായി മറിയത്തിനൊരു ബന്ധവുമില്ല എന്നതിൻ്റെ തെളിവാണ് ആരാധനയിൽ ആനന്ദമില്ലാതെ അതിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര വലിയവനായാലും, ഞാൻ എത്ര വലിയ വചനപ്രഘോഷകനാണെങ്കിലും, മറിയം ആരാധനയുടെ ആനന്ദം പഠിപ്പിക്കുന്ന അമ്മയാണ്. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നിങ്ങൾ ഇത്തവണ കരയണം. ഇന്ന് ഈശോയെ ആനന്ദിച്ച് കരയാനുള്ള, ആരാധിച്ച് കണ്ണ് നിറയാനുള്ള അഭിഷേകം കിട്ടണേ. നിങ്ങൾ ഈ പെരുന്നാളിനും കരയും. പൂജാമണി മുഴങ്ങുമ്പോൾ, കൊയറിന്റെ മനോഹരമായ പാട്ട് കേൾക്കുമ്പോൾ, ഒരു പിടി മനുഷ്യർ കാഴ്ച അർപ്പിക്കുമ്പോൾ കരയും. കർത്താവേ, ജീവിക്കാൻ വകയില്ല, മനുഷ്യനാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാനും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കരച്ചിലിന്റെ ഇടയ്ക്ക് നിങ്ങൾ വിശ്വസിക്കണം, ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന, നിങ്ങളോട് പറഞ്ഞു ഫലിപ്പിക്കാനാവാത്ത സങ്കടക്കടലിൽ മുങ്ങിയപ്പോൾ യേശുവിന്റെ നാമത്തിൽ പറയുക, ചങ്കുവാടി കുഴഞ്ഞു വീണപ്പോൾ ആലപ്പുഴ മാരാരിക്കുളത്തെ ഒരു കൊച്ചു പള്ളിയിലിരുന്ന് എന്റെ കണ്ണുനീരൊഴുക്കി കരയുന്നതിന് പകരം ഞാൻ ആദ്യമായി പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു തന്നു, പൊന്നുകുഞ്ഞേ, ഏത് പൊട്ടനും ഏത് മനുഷ്യനും അവനവന്റെ ദുഃഖമോർത്ത് കരയും. നീയും അത് തന്നെയല്ലേ ചെയ്യുന്നത്? താങ്ങാനാവാത്ത ഒരു സങ്കടത്തിൽ നീ കരയുന്നതിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എന്റെ മകനെ ആരാധിക്കുമ്പോൾ ആനന്ദത്തിന്റെ കണ്ണുനീര് കിട്ടും. അങ്ങനെയാ കേരള ചരിത്രത്തെ കീറിമുറിച്ച അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് ചുമ്മാതെ ഒരു രസത്തിന് എഴുതിയതല്ല. നെഞ്ചിന്റെ അസ്ഥികൂടങ്ങൾ പൊടിഞ്ഞപ്പോൾ, എന്റെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ ഉരുകിയ രാത്രികളിൽ, ഒരു പാതിരാത്രിക്ക് ഉറക്കമിളച്ചിരുന്ന അമ്മേ, കരയാൻ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ നിന്റെ മകനെ ആരാധിച്ച് ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാ കേരള ചരിത്രത്തിലേക്ക് എന്നേക്കുമായ ഒരു പുതിയ മരിയൻ ഗാനം പിറന്നത്. അമ്മ എന്നെ 22 വർഷങ്ങളായി പഠിപ്പിച്ചത്, മകനെ ആരാധിച്ച് ആനന്ദിക്കാൻ സഭയുടെ ആരാധനയിൽ പങ്കെടുക്കുക. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, 2 കരങ്ങളും വീശി ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ വീശി പറയുമോ ഹല്ലേലൂയ. അന്നാണ് മറിയം എന്നെ പഠിപ്പിച്ചത്, മകനെ നീ പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിയ പൊട്ടനാണോ? നീ മണ്ടനാണോ? മണ്ട ശിരോമണിയാണോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്റെ പ്രിയ മകൻ എഴുതിയത് നിനക്ക് മനസ്സിലായിട്ടില്ലേ? എന്റെ പൊന്നുകുഞ്ഞെ, നീ പൊട്ടനാണോ? ആകാശം ഇരുണ്ടു, മേഘം പതറി, സൂര്യൻ മുഖം പത്രി, ഉച്ചയ്ക്ക് ഇരുട്ടായി, ഭൂമി കുലുങ്ങി, ദേവാലയത്തിന്റെ നടുശീല കീറി, കാൽവരിയുടെ മഞ്ഞമണ്ണ് ഇളകി, കാൽവരി കുരിശുകൾ പായ്വഞ്ചി പോലെ ഇളകിയാടി എന്നൊക്കെ വായിക്കുന്നിടത്ത്, എന്റെ മകൻ യോഹന്നാൻ എഴുതുന്നിടത്ത് അവൻ പച്ചയായി ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നീ മണ്ടനാണോ? നീ അത് വായിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ച, അമ്മ എന്താ? എന്റെ പൊന്നു കുഞ്ഞെ, എന്റെ ചെറുപ്പക്കാരനായ യോഹന്നാൻ എഴുതി. പക്ഷേ യേശുവിന്റെ അമ്മയായ മറിയം നിന്നു. എല്ലാം ഇളകി, പക്ഷെ എന്റെ അമ്മ നിന്നു. മേരി കുരിശിന്റെ ബലിയിൽ നിന്നുകൊണ്ട് പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി. 2 കരങ്ങൾ മടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഇളകാനും കരയാനുമുള്ള കാരണങ്ങളുണ്ട്. ആകാശം ഇളകി, സ്വാഭാവികം. സൂര്യനെ പോലും കവച്ചു വെക്കുന്ന ഇരുട്ട് വന്നു, സൂര്യൻ ഇരുട്ടുപോയി, സ്വാഭാവികം. ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നിടത്തും കുലുക്കം വന്നു, ഭൂമി കുലുങ്ങി, സ്വാഭാവികം. അങ്ങനെ നിനക്ക് താങ്ങാനാവാത്ത സങ്കടക്കുടുക്കുകളിൽ നീ കുലുങ്ങുന്നു, നീ കരയുന്നു, അത് സ്വാഭാവികം. പക്ഷേ അസ്വാഭാവികമായ സംതിങ് സൂപ്പർ നാച്ചുറൽ ഇളകുന്ന മഞ്ഞമണ്ണിന്റെ മുകളിൽ
കുനിഞ്ഞു വീഴാതെ, കരഞ്ഞു ചാരാതെ മഗ്ദലന മറിയത്തെ കെട്ടിപ്പിടിച്ചിട്ട്, മേരി എന്നെ ഒന്ന് താങ്ങിപ്പിടിച്ചേ കൊച്ചേ, അല്ലെങ്കിൽ യോഹന്നാനോട്, എൻ്റെ മോനെ അമ്മയുടെ കാലുറയ്ക്കുന്നില്ല, അമ്മ വീണു പോകും മോനെ, അമ്മയൊന്ന് താങ്ങിപ്പിടിച്ചേ, ആ പാറയുടെ പുറത്തൊന്ന് ഇരുത്തിക്കേ. അങ്ങനെ പറയുന്ന ഒരു അമ്മയല്ല. കുരിശിന്റെ ചുവട്ടിൽ മേരി നിന്നു. നാം ഇത് വായിച്ചിട്ടില്ല, ഇത് നമ്മുടെ ചങ്കി തൊട്ടിട്ടില്ല. കരയാനുള്ള സങ്കടങ്ങൾക്കിടയിൽ ഇന്നും വിജാതീയരെ പോലെ നമ്മളും കരഞ്ഞു തീർക്കുന്നു. നമുക്ക് വ്യാകുല മാതാവിനെ ഇഷ്ടമാണ്. എന്നാൽ മേരി നിന്നതുപോലെ നിൽക്കാനൊരു ക്ഷണമാണ് മരിയ ഭക്തി എന്ന് നമുക്കറിയാതായി പോകുന്നു. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. വിശുദ്ധരെ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് 100 വട്ടം ആത്മഹത്യ ചെയ്യാനുള്ള സങ്കടങ്ങളുടെ നടുവിലാണ് ഞാൻ. ഒരു ജന്മം മുഴുവൻ കരയാനുള്ള സങ്കടക്കുടുക്കുകളിലാണ് ഞാൻ. ജീവിച്ചിരിക്കാൻ എനിക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ല, ഒരു കുന്തവും ആശിക്കാനില്ല. പക്ഷേ മറിയം നിന്ന് ആദ്യ ബലിയർപ്പിച്ചതുപോലെ എൻ്റെ സഭയിൽ പരിശുദ്ധ കൂദാശയിൽ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ ദൈവം എൻ്റെ മേലെ മുദ്രയിട്ടുകൊള്ളും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ആവേശത്തോടെ പറയുമോ ഹല്ലേലൂയ. ഇത് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാം. എൻ്റെ അമ്മ നല്ല മരിയ ഭക്തയായിരുന്നു. നിങ്ങൾക്ക് പാട്ടിലൂടെ എല്ലാം അറിയാം. പാവം പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ പഴയ കൊന്ത ഇങ്ങനെ കൂട്ടിക്കെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം പ്രാർത്ഥിച്ചെന്നർത്ഥം. ഞങ്ങളുടെ വീട്ടിൽ, പക്ഷേ ഇത് പണ്ട് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, നമ്മുടെ വലിയ പണ്ടത്തെ 5 ദിവസത്തെ കൺവെൻഷനിൽ പറയാൻ സാധ്യതയില്ല ഈ പ്രബോധനം. ഞങ്ങളുടെ വീട്ടിൽ 12 മക്കളാണ്. അത് വിവരിച്ച് പറയാൻ സമയമില്ല. ഞാൻ എൻ്റെ കുഞ്ഞായിരുന്ന സമയത്ത് വീട്ടിലെ ഈ 12 മക്കളും, കല്യാണം കഴിക്കാത്ത ഒരു അമ്മായിയും, പിന്നെ ഞാൻ നിക്കറിടാത്ത പ്രായത്തിൽ മൂത്ത ചേട്ടന്മാർക്ക് പിള്ളേരായി, 3-4-5 പേരായി. അപ്പം ഞാൻ 3-ലും 4-ലും ഒക്കെ പഠിക്കുമ്പം ഞങ്ങളുടെ വീട്ടിൽ 27 പേരൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു ഭക്ഷണം കൊണ്ട് തികയത്തില്ല. ഇടിയപ്പം ഉണ്ടാക്കിയത് കാണാം. എൻ്റെ പൊന്നോടേ തമ്പുരാനെ, അത് എങ്ങോട്ട് പറന്നു പോയെന്ന് എനിക്കെങ്ങും അറിയത്തില്ല. 7 താറാം മുട്ട മൊത്തത്തോടെ പുഴുങ്ങുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ പുട്ടുകൂടത്തിനകത്തെങ്ങും ഒന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ്റെ മക്കളുടെ വായിക്കാതിരിക്കുക. ഇതെല്ലാം ശരിക്കും കലി വന്നിട്ടുണ്ട്, കലി. അമ്മ, ഞാനൊക്കെ മുതിർന്നു വരുമ്പം എന്നെയൊക്കെ മൂത്ത ചേട്ടന്മാർ നോക്കട്ടെ, അച്ചാച്ചനും അമ്മച്ചിയൊക്കെ പോകുമെന്നോർത്ത് പാവപ്പെട്ട അമ്മ ചേട്ടൻ്റെ മക്കളെയൊക്കെ പോറ്റുന്ന. പിന്നീട് അത് മനസ്സിലായത്. കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്, ചേട്ടാ അത് ചോദിച്ചാൽ അതും കിട്ടത്തില്ല, നീ പറമ്പിൽ പോയി കിളക്കി ഓടാന്ന് ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടാൻ വരിക. അപ്പോൾ എനിക്ക് മനസ്സിലായി, പറമ്പിൽ കിളയ്ക്കുന്നവർക്കുള്ളതാണ് കപ്പ വേവിച്ചത്. പിന്നെ ബാക്കി എന്നാ ഉള്ളത്? എന്നാ പറയാനാ? കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ് ഇച്ചിരി പഴങ്കഞ്ഞി ഇരിപ്പുണ്ട്. എൻ്റെ വീട്ടിൽ ശരിക്കും ഭാരം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ദോശ ചുടുന്ന ദിവസം സമത്വ എന്നറിയോ, 4-5 ചേച്ചിമാരും നിരന്ന് നിന്നങ്ങോട്ട് ദോശ ചുടും. എന്നിട്ട് എല്ലാവർക്കും ദോശ കിട്ടും. ബാക്കി ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും പലർക്കും പലതായിരിക്കും. പക്ഷെ ദോശ ചുടുന്ന ദിവസം എല്ലാവർക്കും ദോശയാണ്. പക്ഷേ ഉണ്ടല്ലോ, ചമ്മന്തിയുടെ കാര്യം സ്വാഹ. എന്നറിയോ, 3 തേങ്ങാക്കൂടിലൊക്കെ അരച്ച അമ്മച്ചിക്ക് ഹൃദയസ്തംഭനം വന്ന് ചത്തുപോകും. അതുകൊണ്ട് അമ്മ ഈ 3 തേങ്ങാക്കൂടിലൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര വില, താങ്ങത്തില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഈ 3 തേങ്ങയുടെ ചമ്മന്തിയോടുള്ള കളിയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് ഞങ്ങളുടെ കുട്ടനാട്ടിൽ ഈ മുഞ്ഞ ബാധിച്ചിട്ട് പാടത്തെല്ലാം മുഞ്ഞ, ഒരു പ്രത്യേകതരം കൃമി കയറി. അപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോയി ഓരോ പാടത്തും ഓരോ കണ്ടത്തിലും ഇങ്ങനെ ഈ വിഷം തെളിക്കുന്നതിന് പകരം ഗവൺമെൻറ് ഈ ഹെലികോപ്റ്റർ അയച്ചിട്ട് എല്ലായിടത്തും കൂടെ വിഷം തെളിച്ചെന്ന് പറഞ്ഞ പോലെയാ. ഞങ്ങളുടെ വീട്ടിൽ ദോശയായിട്ട് മക്കളിരിക്കുവേ, അമ്മച്ചിയുടെ ചമ്മന്തിത്തവി മേളിക്കൂടെ ഒറ്റ പോക്കാ, കിട്ടിയില്ല. എനിക്ക് ദണ്ണത്തോടെ അമ്മച്ചിയോട് 2ാമത് 1 സ്പൂൺ ചമ്മന്തി ചോദിച്ച് കെഞ്ചിയിട്ടുണ്ട്. കിട്ടത്തില്ല, തരത്തില്ല, ഇല്ല. അത് എന്നാ നല്ല ചമ്മന്തിയാണെന്നറിയും. ഇന്നത്തെ പോലെ മിക്സിക്കകത്ത് ഭും വന്ന് തുപ്പി വരുന്ന ചമ്മന്തിയൊന്നുമല്ല. അമ്മ തന്നെ അരച്ച് എന്നാ ടേസ്റ്റ്. അതിന് നമ്മളിങ്ങനെ 3-ാം സ്വർഗത്തിലോട്ട് പൊങ്ങി പോകും എൻ്റെ വിശുദ്ധരെ. പക്ഷേ കിട്ടത്തില്ല. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. എന്നാൽ ഞാൻ 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സൊക്കെ ആയപ്പം ഞങ്ങളുടെ മൂത്ത ചേട്ടന്മാർ കുറച്ച് പേര് മാറി, വേറെ ചിലർ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, ഇളയ മക്കള് പഠിക്കാൻ മാറി. പിന്നെ ഒടുവിൽ എൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വീട്ടിൽ അച്ചാച്ചനും അമ്മച്ചിയും ഞാനും അമ്മായിയും രാവിലെ 3-4 പേരെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളൂ.
മറിയമ്മയും പാപ്പച്ചനും ഒക്കെ എടത്വ കോളേജിലേക്ക് ചോറും പൊതിഞ്ഞോണ്ട് പൊക്കോളും. 8:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ വല്ല അപ്പമൊക്കെ കഴിക്കാൻ ഞങ്ങളെ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, അമ്മയ്ക്ക് എന്നെ പണ്ടത്തെ ഓർമ്മയിൽ ദുഃഖിക്കുന്ന അമ്മ എനിക്ക് വേണമെങ്കിൽ ഒരു കിണ്ണം ചമ്മന്തി തരാം, എന്നെ ചമ്മന്തിക്കകത്ത് വേണേൽ കുളിപ്പിച്ചിട്ട് വിടാം. അതുപോലെ സാഹചര്യം മാറി. അങ്ങനെ ഒരു ദിവസം രാവിലെ കുർബാനയ്ക്ക് അമ്മച്ചിയെ കൊണ്ടുപോകേണ്ടത് ഞാനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഉറങ്ങിപ്പോയി. അലാറം അടിച്ചത് അറിഞ്ഞില്ല. അമ്മച്ചി എന്നെ വന്ന് കുത്തിപ്പൊക്കി, ഇട ചേർക്കാം, വെളിച്ചം വരുന്നത്, നമ്മുടെ സമയം വൈകിപ്പോയി, നീ ഉണന്നില്ലേ? ഞാൻ പറയും, എൻ്റെ അമ്മച്ചി ഞാൻ അറിഞ്ഞില്ലല്ലോ, നിന്നോട് മലയുമൊക്കെ ഞാൻ പറഞ്ഞില്ലല്ലോ, ബാക്കിയുള്ളവർക്ക് ക്ലോക്ക് നോക്കാൻ അറിയാത്തതുകൊണ്ട് നിന്നോട് പറയും, നിന്റെയൊക്കെ കാലെ പിടിച്ച എന്നെ വേണം പറയാൻ. അമ്മച്ചി ദേഷ്യം. ഞാൻ പറയും, അമ്മച്ചി ദേഷ്യപ്പെടാതെ നമുക്ക് പോകാം. ഒരു വിധത്തിൽ ഒരുങ്ങി ഞങ്ങൾ കുർബാനയ്ക്ക് ചെന്നു. അല്പം വൈകിപ്പോയി. ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പം അമ്മച്ചി, പാവപ്പെട്ട ഈ അമ്മയ്ക്ക് സമയമൊന്നും അറിയത്തില്ല. പാവം വെളുപ്പിനെ 3 മണിക്ക് എങ്ങാണ്ട് എഴുന്നേറ്റിട്ട് തുമ്പപ്പൂ പോലത്തെ ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാവം നല്ല വറ്റൽമുളകും നല്ല തേങ്ങയൊക്കെ എടുത്ത് വെള്ളുള്ളി ചുമന്നുള്ളിയൊക്കെ എടുത്ത് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മയങ്ങിപ്പോയതാ. എന്നിട്ട് എന്നെ വന്ന് വെപ്രാളത്തെ വിളിച്ച് കുർബാനയ്ക്ക് പോയി. ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ട്യൂഷന് പോകണം, പഠിക്കണം. നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡലി ഉണ്ട്, നല്ല ചമ്മന്തിക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. 1ാമത്തെ കുർബാന കഴിഞ്ഞു, 2ാമത്തെ കുർബാന കഴിഞ്ഞു. അമ്മച്ചിയെ കാണുന്നില്ല. അമ്മച്ചി ഇവിടെ പോയി. ഇളമയോട് ചോദിച്ചു, ഇളമേ അമ്മച്ചിയെ കണ്ടോ? എൻ്റെ കുഞ്ഞെ ഷാജിമോനെ, നിങ്ങളുടെ അമ്മച്ചി ആദ്യത്തെ കുർബാനയ്ക്കല്ലേ? ഞാൻ പറഞ്ഞ ആണെന്നേ, കാണുന്നില്ല. ഈ ആശുപത്രി എങ്ങനെ സന്ദർശിക്കാൻ പോയോ? എൻ്റെ കുഞ്ഞെ എനിക്കറിയത്തില്ല. അപ്പുറത്തെ തെയ്യാച്ചെടുത്തി വരുന്നത്, തെയ്യാച്ചെടുത്തി ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടോ? ഇവിടെ നിങ്ങളുടെ അമ്മച്ചി ആദ്യത്തെ കുർബാനയ്ക്കല്ലേ? ചെടുത്തി അതേന്നേ, ഞങ്ങളും ഒരുമിച്ച് പോയതാ. ഞങ്ങൾ ആശുപത്രി സന്ദർശിക്കാൻ പോയോ? ചേട്ടത്തി പറഞ്ഞു, ഞാനിപ്പോൾ ആശുപത്രി സന്ദർശിച്ചിട്ടാണല്ലോ വരുന്നത്, നിങ്ങളുടെ അമ്മച്ചിയൊന്നും അവിടെ കണ്ടില്ലല്ലോ. പക്ഷേ അമ്മച്ചി ഇവിടെ പോയി. അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പം അമ്മച്ചി പതിയെ കുണുങ്ങി വരുന്നുണ്ട്. എനിക്ക് ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. അപ്പം എൻ്റെ മുഖം മാറുന്നത് കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, അമ്മ പാലത്തിൻ്റെ അക്കരയിൽ നിന്ന് തന്നെ പറയാൻ തുടങ്ങി, ആ നിന്റെ മുഖം മാറുമൊന്നും വേണ്ട, നീ ദേഷ്യപ്പെടുമൊന്നും വേണ്ട. ഞാൻ ചോദിച്ചാൽ ഞാനെന്നാ എടുത്തു? നിന്റെ കുറ്റവാ. ഞാനെന്നാ എടുത്തു അമ്മേ? നമ്മളിന്ന് കുർബാനയ്ക്ക് എപ്പോഴാണ് ചെന്നത്? ഞാൻ പറഞ്ഞു 5 മിനിറ്റ് വൈകിപ്പോയി, കണക്കായിപ്പോയി, നീ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ 2ാമത്തെ കുർബാനയും കൂടെ കൂടിയിട്ടാ വന്നത്. നീ നേരത്തെ കാലത്തെ ഉണരാൻ നോക്കണം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? കളിയാക്കിയതല്ല. വിശുദ്ധരെ, എൻ്റെ അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാം. 12ാമത്തെ ചെറുക്കൻ, അവൻ്റെ നല്ല പ്രായത്തിൽ, കനകമാണിക്കൊന്നും അല്ലെങ്കിലും എൻ്റെ കുഞ്ഞ് ഇച്ചിരി ചമ്മന്തി 2ാമത് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സത്യമാണത്. യേശുവിടെ നാമത്തിൽ എൻ്റെ കുഞ്ഞ് ചോദിച്ചിട്ട് ഇത്തിരി ചമ്മന്തി കൊടുക്കാൻ തികയത്തില്ലെന്ന്. സത്യമാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യം. എന്നാൽ ഇന്ന് എൻ്റെ ചെറുക്കനെ ചമ്മന്തിക്കകത്ത് കുളിപ്പിച്ചിട്ട് വേണേ വിടാം. ഈശോയോട് അമ്മ പറയാന്നിരിക്കട്ടെ, തമ്പുരാനെ, ഞാനിന്ന് കുർബാനയ്ക്ക് ഇച്ചിരി വൈകിപ്പോയല്ലോ. കർത്താവ് പോലും പറയും, അന്നമ്മ എഴുന്നേക്കടി, നീ എഴുന്നേക്കെ, എന്നിട്ട് കൊച്ചിന് പോയി കൊടുക്ക് എന്ന് കർത്താവ് പോലും ശാസിക്കും. കർത്താവ് പോലും ഒത്താശ ചെയ്യും. നോക്കിക്കേ, 12ാമത്തെ ചെറുക്കന് വേണ്ടി എൻ്റെ പെറ്റമ്മ തീർച്ചയായും എന്നെ സ്നേഹിച്ച, എന്നെ ഇത്രയും വലിയ ഭക്തിയിലേക്ക് വളർത്തിയ അമ്മ കൊതിച്ചു കാണും, എൻ്റെ കുഞ്ഞിന് മാതൃവാത്സല്യത്തോടെ അവനെ നിറച്ചു വിടണം. പക്ഷേ അതുക്കും മേലെ അവൾ പറഞ്ഞു, അങ്ങാണെൻ്റെ ധനം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 12ാമത്തെ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരമ്മയുടെ സ്വാഭാവിക മാതൃവാത്സല്യം അവളുടെ ചങ്കിൽ താരാട്ട് പാടുമ്പോഴും അതുക്കും മേലെ നീ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. അന്ന് എനിക്ക് അമ്മയോടുണ്ടായ ദേഷ്യം, പക്ഷെ ഇന്ന് എനിക്ക് അമ്മയോടുള്ള ആദരവ്. ചുമ്മാതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ പാട്ട് എഴുതിയത്, ഒരു ഇമോഷണൽ ഫ്ലെക്സിലല്ല. എൻ്റെ അമ്മയെ ഓർക്കുമ്പം, മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. മാതാവിൻ മടിയിലൂടെ ഈശോയിലെത്തുന്ന, കുർബാനയിലെത്തുന്ന കുറുക്കു വഴി എൻ്റെ അമ്മ അറിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരപ്പനോ ഒരമ്മയോ ഈ മണ്ണിലുണ്ടെങ്കിൽ യഥാർത്ഥ മരിയം ഭക്തി വഴി കുർബാനയിൽ അഭിഷേകം വർദ്ധിച്ചു വരും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നിങ്ങളുടെ ഒരാളുടെയെങ്കിലും ഉള്ളിൽ അത് വീഴട്ടെ.
12ാമത്തെ ചെറുക്കനോടുള്ള സ്വാഭാവിക വാത്സല്യത്തിനപ്പുറം എൻ്റെ അമ്മ പറഞ്ഞു, തമ്പുരാനെ, എൻ്റെ ആത്മാവ് അങ്ങയിൽ അങ്ങയിൽ ആനന്ദിക്കുന്നു. നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കേ. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? മറിയം ആരാധിക്കാൻ വേണ്ടി ജീവിച്ചു. ഇവിടെ നിന്ന് പറഞ്ഞേ, മറിയം ആരാധിക്കാൻ വേണ്ടി ജീവിച്ചു. പറ. നമ്മള് ജീവിക്കാൻ വേണ്ടി ആരാധിക്കും. ഇതാ വ്യത്യാസം. ഇത് പഠിക്കാൻ ഒരാള്, നമ്മൾ ജീവിക്കാൻ വേണ്ടി കൊടുക്കുകയും പള്ളിക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യും. ജീവിക്കാൻ വേണ്ടി, ഒത്തുപൊരുത്തത്തിന് വേണ്ടി, നിലനിൽക്കാൻ വേണ്ടി, ജപ്തി മാറാൻ വേണ്ടി കുനിഞ്ഞു കുത്തി ആരാധിക്കും. എന്നാൽ മറിയം സങ്കടങ്ങളുടെ നടുവിൽ ദൈവപുത്രൻ ആമേൻ പറഞ്ഞപ്പോൾ ഇനി എന്ത് വേണേ സംഭവിക്കാം. ഭർത്താവ് അറിയാതെ പറയാൻ പോകുന്ന പെണ്ണിനെ പറിച്ചു കീറും ജനം. പക്ഷെ ആ സങ്കടത്തിന്റെ നടുവിൽ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരാധിക്കുന്നു. മേരി എക്സിസ്റ്റഡ് ഇൻ ഓർഡർ ടു വർഷിപ്പ്. ഇംഗ്ലീഷ് പറഞ്ഞത് ഇംഗ്ലീഷ് അറിയാവുന്ന ചെറുപ്പക്കാരുടെ മനസ്സിൽ പതിയാനാ. മേരി എക്സിസ്റ്റഡ് ഇൻ ഓർഡർ ടു വർഷിപ്പ്. മേരി ആരാധിക്കാൻ വേണ്ടി നിലകൊണ്ടു. നമ്മൾ നിലനിൽക്കാൻ വേണ്ടി കുത്തിപ്പിടിച്ചിരുന്ന് ആരാധിക്കും. മറിയത്തിൽ നിന്ന് നമ്മൾ എന്നാ പഠിച്ചെന്നാ പറയുന്നത്? ഞാൻ നിങ്ങളെ കളിയാക്കുകയല്ല. അമ്മ മറിയത്തിൽ നിന്നും നമ്മൾ എന്ത് പഠിച്ചെന്നാ പറയുന്നത്? ഈ ഭക്താഭ്യാസങ്ങളോ? അവ തെറ്റാണെന്നാണോ? തെറ്റല്ല. പക്ഷേ അവയിലാണ് പൂർണ്ണതയെന്ന് കരുതിയാൽ നമ്മൾ തെറ്റിലായിരിക്കും. പെന്തക്കോസ്തക്കാർക്ക് അടിക്കാൻ വടി കൊടുക്കുന്നത് നമ്മൾ തന്നെയാ. പരിശുദ്ധ അമ്മയെ ബെനഡിക്റ്റ് മാർപ്പാപ്പ വിളിച്ചത് കുർബാനയുടെ സ്ത്രീ എന്നാ. ജോൺ പോൾ രണ്ടാമൻ വിളിച്ചത് കുർബാനയുടെ സ്ത്രീ എന്നാ. മേരി, യു ആർ ദ വുമൺ ഓഫ് യൂക്കറിസ്റ്റ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ വിളിച്ചത് രണ്ടാം വരവിന്റെ അമ്മയെന്ന. സഭയെ കഴുകി കഴുകി കഴുകി. മറിയമേ, യു ആർ ദ വുമൺ ഓഫ് സെക്കൻഡ് കമ്മിങ്. നമുക്കിതൊന്നും അറിയത്തില്ല, കളിയാക്കിയതല്ല, ഇതൊന്നും പഠിക്കാൻ നമുക്ക് ഇഷ്ടവുമില്ല. മറിയം സഭയെ കഴുകി കഴുകി യേശുവിലേക്ക്, രണ്ടാം വരവിലേക്ക് പൊന്നുമോനെ സ്വീകരിക്കാൻ കാനായിൽ അന്ന് ഒരുക്കിയതുപോലെ രണ്ടാം വരവിന് ഒരുക്കുന്ന അമ്മയാ. യു ആർ ദ വുമൺ ഓഫ് സെക്കൻഡ് കമ്മിങ് എന്ന് വെച്ചാൽ സഭയെ കഴുകുന്ന മറിയമാ. നമുക്കതറിയണ്ട. നമ്മൾ നമ്മുടെ ഒറ്റപ്പെട്ട ഭക്തിയിൽ സന്തോഷമാ. നമുക്ക് കിട്ടി, നമുക്ക് കിട്ടേണ്ടത് കിട്ടി. ഇങ്ങനെ ഒരു പ്രതിമാബന്ധമാ. ഉള്ളിലെ ഒരു ചങ്കിന്റെ ബന്ധം അമ്മയോടില്ല. അങ്ങനുണ്ടെങ്കിൽ അവരാരാധിക്കും. അങ്ങനുണ്ടെങ്കിൽ സ്വന്തം മക്കൾക്കും അപ്പുറം അങ്ങാണ് എൻ്റെ ധനമെന്ന് പറയും. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ഒരു കുഞ്ഞുദാഹരണം പറയാം. നമ്മുടെ ഈ കുണ്ടറ പ്രദേശത്ത് ഒരിക്കൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പുറകുവശത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലേ? പുറകുവശത്ത് നിൽക്കുന്നുണ്ടല്ലേ? ഒരാള് പുറകുവശത്ത് വന്ന് നിൽക്കുക, കക്ഷത്തിലൊരു പൊതിയുമായിട്ട്. ഞാൻ വിളിച്ചു, അത് ഈ വന്നു. ഞാൻ പറഞ്ഞു, എന്നാ? ഷാജിയച്ച, ഒരു സമ്മാനമാ. ഞാൻ പറഞ്ഞു, കൊള്ളാലോ. എന്താ? നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്നാന്നറിയോ? എൻ്റെ 10ാം ക്ലാസ്സിൽ എനിക്ക് 2 ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ചാണകപ്പച്ച കളറും ഒന്ന് കനകാംബരത്തിൻ്റെ കളറും. കനകാംബരത്തിൻ്റെ ഷർട്ട് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ എവിടെയോ പ്രസംഗിച്ചു. ഇത് കേട്ട ഈ മനുഷ്യൻ ഒരു കനകാംബര കളർ ഷർട്ടുമായി കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനത് ഇട്ടു, ഫോട്ടോ എടുത്ത്. എത്ര വർഷം കൂടിയാ കനകാംബരത്തിൻ്റെ ഒരു ഷർട്ട്, തീമഞ്ഞ കളറ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ മനുഷ്യനെ നോക്കി. ഞാൻ ചോദിച്ചു, പേര് സ്റ്റാൻലി. എന്നെ അടുക്കുക സ്റ്റാൻലി, മീൻപിടുത്തം വച്ച, വീട് വാടകയച്ചോ, ഭാര്യ രോഗിയാച്ചോ, മക്കള് 3 പേരുണ്ടച്ചോ, പഠിക്കുക. ഇപ്പോഴും ഞാൻ ആ മനുഷ്യനെ നോക്കിയപ്പം ആ മനുഷ്യന്റെ ഷർട്ട് പിഞ്ചിപ്പറിഞ്ഞിരിക്കുന്നു. ഇയാളുടെ കയ്യിൽ പളപള മിന്നുന്ന ഒരു ഷർട്ട് എനിക്ക്. ഞാൻ ആ ഷർട്ടിട്ട് ഫോട്ടോ എടുത്തു. ആ ചേട്ടനെ കൂട്ടി ഫോട്ടോ എടുത്തു. അത് എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു. ശ്രദ്ധിച്ചേ വിശുദ്ധരെ, ശ്രദ്ധിച്ചേ. എനിക്ക് കണ്ണിൽ ചോരയുള്ള മനുഷ്യനാണെങ്കിൽ, ഈ മനുഷ്യന് വില കൊടുക്കുന്ന മനുഷ്യനാണെങ്കിൽ, എനിക്ക് ഷർട്ടിന്റെ ആവശ്യം 10 വർഷമായിട്ട് പൊതുവേ ഇല്ല. എനിക്ക് ഒത്തിരി ഷർട്ടുണ്ട്.
പൊതുവേ ലോവ മാത്രമേ ഞാൻ ഇടൂ. മരിയൻ സിനിമ എന്നൊരു സിനിമ ഒരുക്കാൻ കഷ്ടപ്പെടുന്നത് കൊണ്ട് വല്ലപ്പോഴും സിനിമ കാണും, സിനിമയുടെ ട്രെൻഡ് പഠിക്കാൻ. വല്ലപ്പോഴും അല്ലാതെ ഞാൻ ഷർട്ട് ഇടത്തില്ല. പൊതുവേ ലോവ മാത്രമേ ഇടൂ, ലോവയിട്ടേ സഞ്ചരിക്കാറുള്ളൂ. എനിക്ക് ഷർട്ട് ആവശ്യമില്ല. എൻ്റെ ചങ്കിൽ കണ്ണിൽ ചോരയുണ്ടെങ്കിൽ ഞാൻ എന്തെടുക്കും? ഈ മനുഷ്യൻ്റെ കൂടെ ആഹാരം കഴിച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അകത്ത് പോയി ഷർട്ട് മാറി പൊതിഞ്ഞ് വേറൊരു കൂടിനകത്തിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു, സ്റ്റാൻലിയുടെ കയ്യിൽ. സ്റ്റാൻലി ചോദിച്ചു, ഇതെന്നാ അച്ഛാ? ഞാൻ പറഞ്ഞ, ഒരു കൂട്ടറാ, തുറന്ന് നോക്ക്. എന്നാച്ചോ? തുറന്ന് നോക്ക് സ്റ്റാൻലി തുറന്നിട്ട്, എൻ്റെ അച്ഛാ ചതിച്ചോ അച്ഛാ, അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലേ അച്ഛാ ഞാൻ തന്ന ഷർട്ട്? ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഐ ജസ്റ്റ് ലൈക്ക് ഇറ്റ് ലൈക്ക് എനിത്തിങ്. എന്തുപോലെ എനിക്കിഷ്ടമായി. അച്ഛാ തിരിച്ചു എന്നെ വിഷമിപ്പിക്കല്ലേ അച്ഛാ? ഞാൻ പറഞ്ഞു, സ്റ്റാൻലിക്ക് പള്ളിയിൽ പോകാൻ ഷർട്ടുണ്ടോ? അച്ഛാ എനിക്കുണ്ട് അച്ഛാ. മീൻ പിടിക്കുന്നത് അച്ഛാ, ഞാൻ ഞായറാഴ്ചയെ പോകത്തുള്ളൂ അച്ഛാ, എനിക്ക് ഒരു ഷർട്ടുണ്ട് അച്ഛാ, അത് മതി. അത് പുതിയതാണോ? പുതിയതൊന്നുമല്ല അച്ഛാ, അത് 4 വർഷം, പക്ഷെ നല്ലത് അച്ഛാ, അത് മതി. ഞാൻ പറഞ്ഞു, സ്റ്റാൻലിക്ക് എന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ സ്നേഹത്തിന് വില വയ്ക്കുന്നുണ്ടെങ്കിൽ സ്റ്റാൻലി ഇനി മുതൽ ഒന്നിട്ടിരാടൻ സൺഡേയിൽ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോകണം. സ്റ്റാൻലി കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. സ്റ്റാൻലി അച്ഛനിടാൻ വേണ്ടി അല്ലേ അച്ഛാ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് ബോട്ടെല്ലാം വള്ളമെല്ലാം കെട്ടിയിട്ട് കൊട്ടാരക്കര പോയി വാങ്ങിയത് അച്ഛാ അച്ഛനിടച്ചാ. വിശുദ്ധരെ, നിങ്ങൾ 2 കരം നെഞ്ചിലൊന്ന് വെക്കാവോ? ഞാൻ ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം സ്നേഹത്തോടെ പറയാമോ? ഈ സ്റ്റാൻലി കൊട്ടാരക്കരയിൽ പോയി കഷ്ടപ്പെട്ട് ഈ ഷർട്ട് വാങ്ങിയപ്പോൾ എൻ്റെ വിശുദ്ധരെ, ഷാജി അച്ഛൻ്റെ മുമ്പിൽ പോയി അഭിനയിച്ച് ഈ ഷർട്ട് കൊടുക്കണം. എന്നിട്ട് കീറിപ്പൊളിഞ്ഞ ഒരു ഷർട്ടുമായിട്ട് നിൽക്കണം. ഈ പൊട്ടനച്ഛന് ബോധമുണ്ടെങ്കിൽ എൻ്റെ കീറിപ്പൊളിഞ്ഞ ഷർട്ട് കാണും. കണ്ടിട്ട് എനിക്ക് തന്നെ ഈ ഷർട്ട് അങ്ങ് തിരിച്ചു തരും എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ ഈ പാവം മനുഷ്യൻ പോയി ഈ ജോലിയും കൂലിയും എല്ലാം കളഞ്ഞിട്ട് പോയി ഈ പാവം മനുഷ്യൻ ഷർട്ട് വാങ്ങിയത്? ആണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. അല്ല. നിങ്ങൾ ശരിയായി ഉത്തരം പറഞ്ഞു. ആ മനുഷ്യന്റെ ഒറ്റ ആഗ്രഹം ഞാനത് ഇടണമെന്നാ. പാതിരായ്ക്കും 10 വെളുപ്പാങ്കാലത്തും ഈ കീറത്തുണിയെടുക്കുന്ന മനുഷ്യന് ഞാൻ ആ ഷർട്ട് ഇട്ടെന്ന് കേട്ടാൽ ഇഷ്ടമാ. പക്ഷേ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം അദ്ദേഹത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുമോ? നാം അങ്ങനെ ആരാധിച്ചിട്ടില്ല. നാം ഇതുവരെ ആരാധിച്ചത് മകന്റെ വിസയ്ക്ക് വേണ്ടിയും മകളുടെ ജോലിക്ക് വേണ്ടിയും കൊണ്ടുപിടിച്ച് ആരാധിച്ചു. തെറ്റാണോ? അല്ല. പക്ഷെ അത് ആരാധനയല്ല. കരം ഉയർത്തിപ്പിടിക്കാമോ? എന്നാൽ ദൈവത്തിന് സ്തുതിയും മഹിമയും പുകഴ്ചയും ആരാധനയും നമ്മുടെ സങ്കടങ്ങളുടെ നടുവിൽ തമ്പുരാനെ നിനക്ക് മഹത്വം, നിന്റെ രാജ്യം വരട്ടെ, ഈ പുല്ലിച്ചെറയിൽ മനുഷ്യർ അങ്ങയുടെ നാമത്തെ സ്തുതിക്കട്ടെ, തമ്പുരാനെ നിന്റെ മഹത്വം അടിയന് തരണേ, എനിക്കൊന്നുമില്ലെങ്കിലും അത്തിമരങ്ങൾ നിന്റെ മഹത്വം, അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും നിനക്ക് ഈ മഹത്വത്തിന്റെ ഉടയാട, മഹത്വത്തിന്റെ ഉടുപ്പ് ഞാൻ നെയ്തു തരുന്നു എന്ന് പറയുമ്പം തമ്പുരാൻ ആ മഹത്വത്തിന്റെ ഉടയാട എടുത്തണിഞ്ഞിട്ട് അവിടത്തേക്ക് എന്തിനാ മഹത്വം? അവിടത്തേക്ക് എന്തിനാ ഇനി നമ്മുടെ സ്തുതി? അവിടത്തേക്ക് എന്തിനാ പാട്ട്? നമ്മൾ അർപ്പിച്ച സ്തുതിയുടെയും മഹത്വത്തിന്റെയും ശക്തിയുടെയും പ്രാബല്യത്തിന്റെയും അധികാരത്തിന്റെയും സ്തുതിപ്പിന്റെയും ഉടയാട മക്കളെ, സ്റ്റാൻലിക്ക് ഞാൻ തിരിച്ചാ ഷർട്ട് കൊടുത്തതുപോലെ നമ്മുടെ ദൈവം നമുക്കിട്ടു തരും. ഇതനുഭവിക്കുന്നതാണ് ആരാധന. ഇതനുഭവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന അമ്മയുടെ പേരാണ് മറിയം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധരെ, ഈ സമയം ഈശോയെ എടുത്തു വയ്ക്കാൻ പോകുന്ന സമയമാണ്. എനിക്കാവുന്നത് പോലെ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കേവലം ജപമാല ഭക്തിക്കപ്പുറത്തേക്ക് ജപമാല എത്ര അർപ്പിക്കാമോ നമ്മൾ അർപ്പിക്കണം. അവിടെ ഒതുങ്ങാത്ത ഒരു ആരാധനയിലേക്ക് അമ്മ നമ്മളെ നടത്തണം. കുർബാന അർപ്പിക്കുമ്പം സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ഒരു ആന്തരിക ആധ്യാത്മികതയ്ക്കായി കരഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ മകനേക്കാൾ അവന് ചമ്മന്തി കൊണ്ട് എൻ്റെ കൊച്ചിന് ആഹാരം കൊടുക്കുന്നതിനേക്കാൾ രണ്ടാമത്തെ ഇടദിവസം പോലും അത് കഴിഞ്ഞിട്ട് മതി എൻ്റെ ചെറുക്കൻ എന്ന് പറയുന്ന ആരാ നിന്റെ ധനം എന്ന ചോദ്യത്തിന് അങ്ങാണെൻ്റെ ധനമെന്ന് പറയണം.
ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന ഒരു അച്ഛനാണ് ഞാൻ. സത്യമാണ്. സ്നേഹത്തിന് വേണ്ടി കരഞ്ഞ യൗവനം എനിക്കുണ്ട്. പക്ഷേ 10 വർഷങ്ങളായി ഞാൻ സ്നേഹിക്കുന്നവരെ കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറയും, തമ്പുരാനെ, എനിക്ക് വളരെ വിലപ്പെട്ടവരാണിവർ, പക്ഷേ അതുക്കും മേലെ അടിയൻ അങ്ങേ ആരാധിക്കുന്നു. ഇവരാരുമില്ലെങ്കിൽ ഞാൻ പൊട്ടിത്തകർന്നു പോകും, പക്ഷേ അതുക്കും മേലെ അങ്ങാണെൻ്റെ ധനം. ആരാ നിന്റെ ധനം? അങ്ങാണെൻ്റെ ധനം എന്ന് പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 100 കണക്കിന് മനുഷ്യരിൽ നിന്ന് സ്നേഹം കിട്ടാൻ തുടങ്ങി. എൻ്റെ വർഷങ്ങളുടെ കരച്ചിലടങ്ങി. അവിടുത്തെ ആരാധിക്ക് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുവെന്ന് ഓരോ കുർബാനയിലും പങ്കെടുത്ത് കരയാൻ 100 കൂട്ടം കാര്യങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈശോയെ കൊണ്ടുവരുന്നൊരു സമയത്ത് ഞാനൊരു കൊച്ചു കാര്യം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് 400 ദിവസം ഉപവസിച്ചു. എന്തിനാണെന്നറിയാവോ? മരിയൻ സിനിമയ്ക്ക്, എൻ്റെ 25 വർഷത്തെ പ്രോജക്റ്റായ മരിയൻ സിനിമയ്ക്ക് 10,000-ഓ 5,000-ഓ ഒക്കെ വെച്ച് ആൾക്കാരുടെ സംഭാവന കിട്ടാൻ ഞാൻ പച്ചയ്ക്ക് പറയുക. കുഞ്ഞുകളിയാണോ? 400 ദിവസം ഉപവസിച്ചു. 400 ദിവസമേ. രാവിലെ കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് കഴിക്കത്തില്ല, 4 മണിക്ക് ചങ്കെല്ലാം വിങ്ങിപ്പൊട്ടി ചങ്ക് പൊട്ടി 8 മണിയാകുമ്പോൾ പരവേശത്തോടെ ആക്രാന്തം പിടിച്ച് 2 ദിവസത്തെ കഞ്ഞി മോന്തി കുടിച്ച് ഒരു കാര്യം കിട്ടി. ഒറ്റ മനുഷ്യൻ്റെയും മനസ്സലിഞ്ഞില്ല, സമ്പത്തിൻ്റെ വഴി തുറന്നില്ല. പകരം ഒരു കാര്യം കിട്ടി, ഭൂലോകത്തിൽ ആർക്കുമില്ലാത്ത ഷുഗർ. 2 നേരം കഴിക്കാതിരുന്നിട്ട് വൈകുന്നേരം വെപ്രാളത്തോടെ വാരിപ്പൊത്തി തിന്ന് കഞ്ഞിവെള്ളമെല്ലാം കുടിച്ച് 1-ാം തരം ഷുഗർ. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷം 2022 തൊട്ട് കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ എൻ്റെ ഹൃദയം വേദനിച്ചിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ജനത്തോട് പറഞ്ഞു, 25 വർഷത്തെ എൻ്റെ സ്വപ്നമായ, എൻ്റെ തന്നെയല്ലോ, സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന സ്വപ്നമായ മരിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാനത് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ 2 സിനിമ ഇറങ്ങി. ഇപ്പോൾ സ്വർലോകരാജി, പിന്നെ 3-ാം നൊമ്പരം. പലരും കണ്ടിട്ടില്ല, പക്ഷെ ഞാനതെല്ലാം കണ്ടു. കർത്താവേ, ഈ സ്വപ്നം നടക്കുന്നില്ലെങ്കിലും ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് കഴിഞ്ഞ 3 വർഷം പറഞ്ഞപ്പോൾ, അത് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ജൂലൈ മുതൽ ഏതാണ്ട് 100ഓളം ആളുകൾ പടക്കെന്ന്. ഈ ജൂലൈ മുതൽ 3 വർഷം തമ്പുരാനെ, മരിയൻ എന്ന സ്വപ്നം നടക്കുന്നില്ലെങ്കിലും നിനക്ക് സ്തുതിയെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞ് മറിയത്തോടൊപ്പം അങ്ങാണെൻ്റെ ധനമെന്ന് പറഞ്ഞ് ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ 100-ലധികം മനുഷ്യർ ഈ ജൂലൈ മുതൽ മാസം തോറും നമ്മുടെ ഈ വലിയ ശുശ്രൂഷയെ സഹായിക്കുകയാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടല്ല. 3 വർഷം അടിയൻ ആരാധിച്ചു. മനസ്സറിഞ്ഞ് പറഞ്ഞു, തമ്പുരാനെ, ഈ പൂവിട്ട് പൂജിച്ച സ്വപ്നം നടക്കുന്നില്ലെങ്കിലും മുഖച്ചുളിവില്ലാതെ അടിയൻ പറയുന്നു, അങ്ങാണെൻ്റെ ധനം. എൻ്റെ ആത്മാവ് എൻ്റെ അമ്മയോടൊപ്പം നിന്നെ മഹത്വപ്പെടുത്തുന്നു.